Alright, beautiful people. മലയാളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ഫിറ്റ്നസ് ആൻഡ് വെൽനസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് സനൂബ്. നമ്മൾ ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന ബുക്കാണ് നമ്മൾ റീക്യാപ്പ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ എത്ര ഹെൽത്തിയായ ഹാബിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും അതിനെ പറ്റിയിട്ട് സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് സയൻറ്റിഫിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കും. പിന്നെ അതിന് മോട്ടിവേഷൻ ഫാക്ടറായിട്ട് ഇറ്റ്സ് എ ഗെയിം തിയറി, വിച്ച് മീൻസ് ലൈഫ് ഈസ് എ ഗെയിം. ദ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കീപ് പ്ലേയിങ്. നമ്മളെവിടെയും തോറ്റുപോയി കഴിഞ്ഞാൽ വി ഹാവ് സൊല്യൂഷൻസ്. ക്ലൈംബ് അപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ കളി എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക, ഗെയിം എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ്സ് എ ഹോൾ ഐഡിയ അബൌട്ട് ലൈക്ക് ദിസ് പെർട്ടിക്കുലർ ലൈഫ്. സോ ഈ പോഡ്കാസ്റ്റ് കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ സ്പെസിഫിക് പോഡ്കാസ്റ്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് അറ്റമിക് ഹാബിറ്റ്സിൽ ഒരു ഹാബിറ്റ് പുതുതായി കൊണ്ടുവരണമെങ്കിൽ 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്: ക്യൂ, ക്രേവിങ്, റെസ്പോൺസ് ആൻഡ് റിവാർഡ്. നമ്മളിപ്പോൾ ഒരു പുറത്തോട്ടിറങ്ങി ചായക്കട കണ്ടു, ചായ കുടിക്കാൻ മോഹം വന്നു, പോയി ചായ കുടിച്ചു, നമുക്ക് സംതൃപ്തിയായി. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. ക്രേവിങ് എന്ന് പറയുന്നത് ചായക്കട കണ്ടു, ചായ കുടിക്കാനുള്ള ഒരു ക്രേവിങ് വന്നു. അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ചായക്കടയിൽ നിന്ന് ചായ വാങ്ങുന്നു, ചായ കുടിക്കുന്നു. അതിന് റിവാർഡ് എന്ന് പറയുന്നത് നമ്മൾ സംതൃപ്തിയായി. സോ നമ്മുടെ ലൈഫിൽ നിൽക്കുന്ന എല്ലാ ഹാബിറ്റ്സിനും ഒരു സയൻറ്റിഫിക്കായ ഒരു ഡീറ്റെയിൽ ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട്, ബാഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയി ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഹാബിറ്റ്സിന് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പുതിയ ഹാബിറ്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നത്. വിച്ച് മീൻസ് ദ ഫസ്റ്റ് ലോ, 4 ലോ ആണ് ഈ പറഞ്ഞത്: ക്യൂ, ക്രേവിങ്, റെസ്പോൺസ്, റിവാർഡ്. അതിലെ നമ്പർ 1, ദ ഫസ്റ്റ് ലോ, നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ഡൈസെക്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ നിങ്ങൾക്ക് ആ കാര്യം ക്ലിയറായി, മോർ ക്ലാരിറ്റി നിങ്ങൾക്ക് അതിൽ വരുന്നതനുസരിച്ച് നിങ്ങളത് ലൈഫിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകും. ദാറ്റ്സ് ഹോൾ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ജെയിംസ് ക്ലിയർ പല കഥകളിൽ കൂടിയാണ് ഈ കാര്യം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഒരു കഥ പറയുന്നത്, പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കഥയാണ്. ആ കഥയിൽ ഒരു അപ്പൂപ്പനല്ല, പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ മരുമോള് പുള്ളിക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മുഖം എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പറഞ്ഞത് അങ്ങനെയല്ല, പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദ വേ യു ലുക്ക്, നിങ്ങളെ ഇപ്പോഴത്തെ ലുക്ക് എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ പുള്ളിക്കാരൻ തമാശയിൽ പറഞ്ഞു, നിൻ്റെ മുഖം എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ പുള്ളിക്കാർ പറഞ്ഞത് ഈ ഫാദർ ഇൻ ലോനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു തരം വിളർച്ച കണ്ടിട്ടാണ്. പക്ഷേ അത് ഈ പുള്ളിക്കാരന് അറിയില്ല. സോ മരുമകൾ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുമകൾ എന്ന് പറയുന്നത് അവളൊരു ഫസ്റ്റ് എയ്ഡ് അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അവൾ അത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ആൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കഴിവ് ഓട്ടോമാറ്റിക്കായിട്ട് എൻഗ്രൈൻഡ് ആയിട്ട് അവളെ ലൈഫ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി പാരാമെഡിക്കൽ വർക്ക് ചെയ്യുന്ന കാരണത്താൽ മേജർ ആർട്ടറീസൊക്കെ ഒബ്സ്ട്രക്റ്റ് ആകുന്ന കാരണത്തിൽ ബോഡിയിലെ ബ്ലഡ് ക്രിട്ടിക്കൽ ഓർഗൻസിലേക്ക് മാറിയിട്ട് പെരിഫറൽ ഓർഗൻസിലേക്ക് വരുന്നത്, സർഫേസ് സ്കിന്നിലേക്ക് വരുന്നതൊക്കെ പുള്ളിക്കാരിക്ക് അത് നോട്ട് ചെയ്യാൻ പറ്റും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ ഈ മരുമകൾ കണ്ടത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ചാൻസ് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു പാറ്റേൺ റെക്കഗ്നിഷനിൽ കൂടെ ഈ ഫാദർ ഇൻ ലോന് ഈ ഒരു സിറ്റുവേഷൻ വരാൻ എങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നത് എത്ര പെട്ടെന്ന് കാണാൻ പറ്റി, അത് ഈ ഒരു സിനാരിയോ നമ്മളെ ആറ്റമിക് ഹാബിറ്റ്സ് കൂടെ ജെയിംസ് ക്ലിയർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ലൈഫിൽ നമ്മൾ പല പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ പ്രൊഫഷൻ കുറേ വർഷം ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓട്ടോമാറ്റഡായി നമ്മുടെ ലൈഫിൽ അത് വരികയും അത് പിന്നീട് നമ്മൾ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതിന് കുറച്ചുകൂടി ഉദാഹരണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിലിറ്ററി, അതായത് നമ്മുടെ ഈ ബാറ്റിൽ ഷിപ്പിലൊക്കെ, ഈ നമ്മുടെ വാർഷിപ്പിലും ബാറ്റിൽ ഷിപ്പിലൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു കമാൻഡറുടെ കഥയാണ്. ഈ കമാൻഡറിന് എനിമി ഷിപ്പിൽ നിന്ന് ഫയർ ചെയ്ത മിസൈലും അതുപോലെ തന്നെ സ്വന്തം ഷിപ്പിൽ നിന്ന്, അതായത് നൈബറിങ് അവരുടെ ബ്രദർ ഷിപ്പ്, സിസ്റ്റർ ഷിപ്സ് എന്നൊക്കെ, അവർ കൂടുതൽ ഒരു ഫ്ലീറ്റ് ഓഫ് ഷിപ്പായിട്ടായിരിക്കും, ബാറ്റിൽ ഷിപ്പായിട്ടായിരിക്കും ഇപ്പോൾ യുദ്ധത്തിന് പോകുക. അപ്പോൾ അവരുടെ നിന്ന് തൊടുത്തൊട്ട് മിസൈലുമായിട്ട് അവർക്ക് ഈ ജസ്റ്റ് ഒരു റഡാർ സ്ക്രീനിൽ നോക്കിയിട്ട് ഈ കമാൻഡൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു ബ്ലിപ്പ് മാത്രം നോക്കിയിട്ട്. കാരണം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ എനിമി ഫയർ ചെയ്ത മിസൈലാണോ അല്ലെങ്കിൽ നമ്മുടെ കൂടുതലുള്ള ബാറ്റിൽ ഷിപ്പ് തൊടുത്തുവിട്ട മിസൈലാണെന്ന് കാണാൻ പറ്റുന്നൊരു കഴിവുണ്ടായിരുന്നു. നമ്മൾ ഗൾഫ് വാറിൻ്റെ ഇടയിലുണ്ടായ ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു. അതായത്
ഒരു റഡാറിൽ ഈ പറഞ്ഞ റഡാറിൽ ഈ മിസൈൽ വരുന്നത് കണ്ടു. ഈ കമാൻഡർ പറഞ്ഞു അതിനെ ഷോട്ട് ഡൗൺ ചെയ്തിടണം, കാരണം അതിന് എനിമി വെസലിൽ നിന്ന് വന്ന മിസൈലായിരുന്നത്. കാഴ്ചയിൽ അവർ തന്നെ അവരെ ബാറ്റിൽ ഷിപ്പിൽ നിന്ന് വേറെ ഏതോ മിസൈൽ തൊടുത്ത് വിട്ട പോലെയായിരുന്നു അവർക്ക് ഫീൽ ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് എനിമിയുടെ, അതായത് വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന മിസൈലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ വ്യത്യാസം കാണാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങയുടെ എക്സ്പെർട്ടീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയെന്നറിയില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഈ യുദ്ധമുഖത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗൾഫ് വാറിൻ്റെ സമയത്തൊക്കെ ഈ പറയുന്ന യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തുരുതുരെ മിസൈലുകൾ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്തായിരിക്കും. ആ സമയത്ത് ഇത്രയും മിസൈൽസിന് ഏത് മിസൈലാണ് എനിമി വെസലിൽ നിന്ന് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ നൈബറിംഗ് ബാറ്റിൽ ഷിപ്പിൽ നിന്ന് വിട്ട മിസൈലാണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന കപ്പാസിറ്റി ഈ പറഞ്ഞ കമാൻഡർക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ എക്സ്പെർട്ടീസ് ആയിരുന്നു. സോ ഏത് മിസൈൽ നമ്മൾ ഷോട്ട് ഡൗൺ ചെയ്യണം, ഏത് മിസൈലിനെ ഷോട്ട് ഡൗൺ ചെയ്യരുത്, ഷോട്ട് ഡൗൺ ചെയ്താൽ വെടിവെച്ച് താഴരുത് എന്ന് കൊടുക്കാനുള്ള കമാൻഡ് ഈ കമാൻഡർക്ക് വന്നത് ഇങ്ങനെ എക്സ്പെർട്ടീസ് ആയിരുന്നു. നദർ സ്റ്റോറി, വേറൊരു സ്റ്റോറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ മ്യൂസിയം ക്യൂറേറ്റേഴ്സ്, മ്യൂസിയത്തിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊന്ന ആൾക്കാർക്ക്, അത്രയും വർഷത്തെ എക്സ്പീരിയൻസുള്ള ആൾക്കാർക്ക് ഒറിജിനൽ ഒതൻറ്റിക് ആർട്ടും അതുപോലെ തന്നെ ഫേക്ക് ആർട്ടും തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അത് അവർ അത്രയും വർഷം അവിടെ നിന്ന കാരണത്താൽ അവർ പിക്കപ്പ് ചെയ്ത സെൻസാണ് ഏതാണ് ഒതൻറ്റിക് ഏതാണ് ഫേക്ക് എന്നുള്ളത്. അത് ഈ വാച്ച് മേക്കേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഒതൻറ്റിക് ഈ ലക്ഷറി വാച്ച് മേക്കേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഈ ഫേക്ക് ഏതാ ഒതൻറ്റിക് ഏതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഡീറ്റെയിൽസിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും അങ്ങനത്തെ ചില എക്സ്പെർട്ടീസിന്, ചില ആൾക്ക് കാറുകളായിരിക്കും, ചില ആൾക്കാർക്ക് ഈ ചില ബൈക്കുകളായിരിക്കും, അതുപോലെ തന്നെ ചില ഗാഡ്ജറ്റ്സ് ആയിരിക്കും, ഒറിജിനലാണോ ഫേക്കാണോ അല്ലെങ്കിൽ ഏതേത് ക്വാളിറ്റി. അത് ഇറ്റ് ജസ്റ്റ് ദ സെൻസ് ഓഫ് മോർ നോളജ് അതിനെപ്പറ്റി വരുന്ന സമയത്ത് ഇറ്റ് ബിക്കം യു അണ്ടർസ്റ്റാൻഡ് ഈ പിക്കപ്പ് ദ ബിഹേവിയർ ഓഫ് ലൈക്ക് നോ എക്സ്പേർട്ടിൻ ബിഹേവിയർ വരും. അപ്പോൾ ഈ ബിഹേവിയർ എന്ന് പറയുന്ന സംഭവം ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സയൻസ് വെച്ചിട്ടാണ് നമ്മൾ ജെയിംസ് ക്ലിയർ നമുക്ക് എങ്ങനെ ഒരു പുതിയൊരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഗുഡ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറി ബിൽഡപ്പ് ഒക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ജെയിംസ് ക്ലിയർ പറഞ്ഞ വേറെ സ്റ്റോറിയാണ് ഈ ഹെയർ ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ചില സ്ത്രീകളുടെ മുടി നോക്കിയിട്ട് അവർ പ്രഗ്നൻ്റ് ആണോ എന്ന് പോലും പറയാൻ പറ്റുമായിരുന്നു എന്നുള്ള കഴിവ് വരെയുണ്ട്. സോ ഇതുപോലെ സബ് കോൺഷ്യസ് ആയിട്ട് പിക്കപ്പ് ചെയ്യുന്ന സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മൾ മനുഷ്യന്മാർ അധികവും പലതരത്തിലുള്ള ബിഹേവിയർ പാറ്റേൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആ ഒരു ഫസ്റ്റത്തെ ഫേസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഫണിയായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നൊരു ക്ലർക്ക് ഇവരോട് പറഞ്ഞൊരു ജോലിയായിരുന്നു കൂപ്പൺ കാർഡ് ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂപ്പൺ കാർഡ് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കളയണം എന്നുള്ളത്. അപ്പം ആ ഒരു ക്ലർക്ക് പുള്ളി ആ വർക്ക് മാത്രമായി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു തവണ ബില്ല് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ആൾ വരാതായപ്പം ഈ പറയുന്ന ഈ സിസർ കട്ട് ചെയ്യുന്ന ആളെ കൊണ്ട് അവിടെ കൊണ്ട് ഇരുത്തിച്ചു. അപ്പം ഒരു കസ്റ്റമർ വന്നു, ക്രെഡിറ്റ് കാർഡ് കൊടുത്തു, സാധനങ്ങൾ വാങ്ങി, ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, ഈ ക്ലർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഡസ്റ്റ്ബിനിൽ ഇട്ടു. അപ്പോൾ കസ്റ്റമർ എന്നെ അന്താളിച്ചു എന്താ സംഭവിച്ചതെന്നുള്ളത്. കാരണം ഈ ഓട്ടോമാറ്റിക് ബിഹേവിയർ പാറ്റേൺ അറിയാതെ തന്നെ പുള്ളിക്ക് അറിയാം സാധനം വാങ്ങി കസ്റ്റമറാണ് പൈസ കൊടുക്കണം തിരിച്ച് കൊടുക്കണം. പക്ഷേ ഈ ഓട്ടോമാറ്റിക് ബിഹേവിയർ ഇറ്റ് ബിക്കം എ സബ് കോൺഷ്യസ് ബിഹേവിയർ. നമ്മൾ ഡ്രൈവിങ് ചെയ്യുന്നത് ഒക്കെ അതുപോലെ തന്നെ. ഫസ്റ്റ് ടൈം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇവൻച്വലി നമ്മൾ തന്നെ അറിയില്ല, കാർ എടുത്ത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് നമുക്കറിയില്ല. സോ ഇതൊക്കെ ബിഹേവിയർ പാറ്റേൺ നമ്മൾ കുറേ തവണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് എ സബ് കോൺഷ്യസ് തിങ്. നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. ആ രീതിയിൽ നമുക്കൊരു ഗുഡ് ഹാബിറ്റിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ദ ഹോൾ സിനാരിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബിൽഡപ്പൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ വേറെയും കുറേ സ്റ്റോറീസ് ഉണ്ട്. അതിൽ ചില സ്റ്റോറീസ് എഗൈൻ ഫണിയറാണ്. അതായത് പ്രീ സ്കൂൾ ടീച്ചർ കോർപ്പറേറ്റ് ജോബിൽ വന്ന സമയത്ത് അവിടെയുള്ള കോവർക്കേഴ്സിനോട് അവർ ബാത്റൂം പോയി തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കൈ കഴുകിയോന്ന്, സോപ്പിട്ട് കൈ കഴുകിയോന്ന് ചോദിക്കുകയായിരുന്നു ഈ പ്രീ സ്കൂൾ ടീച്ചർ. കാരണം പ്രീ സ്കൂൾ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ കുട്ടികളോടല്ലേ പറയുക ഈ കുട്ടികളെ കൈ ബാത്റൂമിലേക്ക് പോയി വന്നു കഴിഞ്ഞാൽ അവരുടെ ഹൈജീൻ ഇഷ്യൂസിന് വേണ്ടിയിട്ടൊക്കെ പറയാം. അതേപോലെ മുതിർന്ന ആൾക്കാരോട് നമ്മൾ ഈ കോവർക്കേഴ്സൊക്കെ ഓൾറെഡി ലൈക്ക് മുതിർന്ന ആൾക്കാരായിരിക്കും, അവരോട് പറയുമ്പോൾ അവർ തന്നെ അന്താളിച്ചു ഇതെന്താ സംഭവം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ഈ പ്രീ സ്കൂൾ ടീച്ചർ കുറേ വർഷങ്ങളായിട്ട് സ്കൂളിൽ നിന്നിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ച ആ ഒരു ബിഹേവിയർ ഓട്ടോമാറ്റഡായി വന്നതാണ്, അത് അബദ്ധത്തിൽ പറഞ്ഞു എന്നറിയില്ല. അപ്പോൾ അതുപോലെ വേറെയും ഉള്ളൊരു സംഭവമാണ് ഈ ലൈഫ് ഗാർഡ്. സാധാരണ ലൈഫ് ഗാർഡിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചിലൊക്കെ നിൽക്കുന്ന ലൈഫ് ഗാർഡ്സ് ഉണ്ടാവും. അവർ കുട്ടികളൊക്കെ ഓടുന്ന സമയത്ത് പുള്ളിക്കാരൻ പറയും ഓടരുത് നടക്കണം എന്ന് പറയും. അപ്പം ഈ ലൈഫ് ഗാർഡ് സാധാരണ ലൈഫ് സ്റ്റൈലിലേക്ക് ഇറങ്ങിയ സമയത്ത് ടൗണിൽ കൂടെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഓടുന്ന സമയത്ത് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു ഓടരുത് നടക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഓട്ടോമേറ്റഡായ ബിഹേവിയർ എങ്ങനെ വന്നു, അതെന്തുകൊണ്ടാണ് ചിലർക്ക് വരുന്നത്, അത് എങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫ്രേസ്
ഫേമസ് സൈക്കോളജിസ്റ്റായ കാൾ യങ് പറഞ്ഞൊരു സംഭവമാണ്. ഇത് നമുക്ക് എല്ലാവരും നമ്മൾ വളരെയധികം ഓർത്തുക്കുന്നൊരു സംഭവം കൂടിയാണ്. വിച്ച് ഈസ് until you make the unconscious conscious, it will direct your life and you will call it fate. ഇതൊക്കെ നമ്മുടെ ഒരു വിദ്യയാണ്. നമുക്കൊന്നും ആകുന്നില്ല, ഞാനിങ്ങനെ തടി വെച്ച് പോയി, അല്ലെങ്കിൽ എനിക്ക് ഈ രോഗം വന്ന എൻ്റെ ഒരു വിദ്യയാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇൻഫാക്റ്റ് അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന പല തരത്തിലുള്ള ഹാബിറ്റിൻ്റെ ഒരു പാക്കേജാണ് ഈ ഒരു ബാഡ് ബിഹേവിയർ കൊണ്ടുവന്നതാണ് ഈ ഡിസീസ്, ഈ രോഗങ്ങളൊക്കെ. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആ ഒരു സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ വന്ന ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്തിൽ വന്ന ഇഷ്യൂസ് ആയിക്കോട്ടെ, ഏത് തന്നെ ഇഷ്യൂസ് ആയിക്കോട്ടെ, നമുക്കൊരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ പ്രോബ്ലം. ആ പ്രോബ്ലം വന്നത് ഒരു ബണ്ടിൽ ഓഫ് ബിഹേവിയർ ഹാബിറ്റ്സ് കാരണമാണ്. അപ്പോൾ ആ ബണ്ടിൽ ഓഫ് ഹാബിറ്റ്സ് നമ്മൾ അൺപാക്ക് ചെയ്തിട്ട് ഓരോന്നിനെയും എങ്ങനെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റും, അതിലേക്കാണ് നമ്മുടെ മൈൻഡിനെ നമ്മൾ പാകപ്പെടുത്തി കൊണ്ടുവരികയാണ് ഈ ബുക്കിൽ കൂടെ. ഓക്കെ, ദ നോളജ്, റൈറ്റ് നോളജ്, സയൻറ്റിഫിക് നോളജ്, ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. മോർ നോളജ് മോർ കോൺഫിഡൻസ്. മോർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റഡായിട്ട് അത് മാറ്റാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് കംസ് വിത്ത് എക്സ്പെർട്ടീസ്. സോ ഇതിൽ ജെയിംസ് ക്ലിയർ പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഹാബിറ്റ് സ്കോർ കാർഡ് എന്ന് പറയുന്നൊരു സിസ്റ്റം. വിച്ച് മീൻസ് ഈ ടോക്കിയോ ജപ്പാനിൽ റെയിൽവേയിൽ ജാപ്പനീസുകാർ കൊണ്ടുവന്നൊരു സിസ്റ്റമായിരുന്നു. വിച്ച് മീൻസ് അവിടുത്തെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മാക്സിമം എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടി, അവിടെ എന്തെങ്കിലും അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന റിച്വലായിരുന്നു പോയിൻറ്റിങ് ആൻഡ് കോളിംഗ്. പോയിൻറ്റിങ് ആൻഡ് കോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടിയിട്ട് വിളിച്ച് പറയുക, ഇതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അവർ എല്ലാ തവണയും ഓരോ ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത്, ഓരോ ട്രെയിൻ വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ, ഓരോ വ്യക്തികൾ ഫിസിക്കലി വിളിച്ച് പറയണം. അത് ശരിയായി, ഇത് ശരിയായി, ആ ഡോർ റെഡിയായി, ലൈറ്റ് ഓഫ് ആയിട്ടില്ല, ഇന്ന സ്പീഡിലാണ് എന്ന രീതിയിൽ ഒരു പ്രീ ചെക്ക് ലിസ്റ്റ് ഇടും ഓരോ തവണ ട്രെയിൻ വരുന്ന സമയത്തും വന്ന് പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇത് ശരിക്കും കാണുന്ന സമയത്ത് സ്റ്റുപ്പിഡിറ്റി പോലെ തോന്നും, കാരണം ടെക്നോളജി ഇത്രയും വലുതായ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം എന്ന രീതിയിൽ സാധാരണ ആൾക്കാർ ചിന്തിച്ച് പോകുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ടുവന്നതിന് ശേഷം വളരെ വലിയൊരു മാറ്റമാണ് ഈ പറയുന്ന ജാപ്പനീസ് റെയിൽവേയിൽ ഉണ്ടായത്. വിച്ച് മീൻസ് അവരെ കുറേ തരത്തിലുള്ള ആക്സിഡൻറ്റ്സ് എത്രയോ ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് സെയിം സിസ്റ്റം നമ്മുടെ അമേരിക്കക്കാർ ന്യൂയോർക്ക് സിറ്റിയിലെ സബ്വേയിൽ കൊണ്ടുവന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന സമയത്ത് ഈ സെയിം പോയിൻ്റ് ഓൺലി എന്ന് പറയുന്നത്, അതായത് കാര്യങ്ങൾ ചൂണ്ടിയിട്ട് ഫിസിക്കലി ആൾക്കാർ ചൂണ്ടി പറയുന്ന രീതിയിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഇത് ഓക്കെയാണ്, ഡോർ ഓക്കെയാണ് എന്ന് പറയുന്ന രീതിയിൽ സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് അതിന് മുൻപ് ന്യൂയോർക്കിൽ 85% ഉണ്ടായ അപകടങ്ങൾ 85% കുറഞ്ഞു എന്നാണ്. 2 വർഷം കൊണ്ട് ഈ പറഞ്ഞ സംഭവം ഇൻസ്റ്റാൾ ചെയ്തപ്പം. ആദ്യം സിസ്റ്റം ഇല്ലായിരുന്നു, ഇപ്പോൾ ഈ സിസ്റ്റം കൊണ്ടുവന്ന ശേഷം അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ 85% കുറഞ്ഞു എന്നാണ്, ആക്സിഡൻറ്റ്സ് കുറഞ്ഞു എന്നാണ് അതിൽ കൊണ്ടുവന്നൊരു. അപ്പോൾ ജെയിംസ് ക്ലിയർ പറയുന്ന വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ജപ്പാനിൽ ഈ റെയിൽവേയിൽ ഒരു കുഞ്ഞ് അബദ്ധത്തിൽ ഈ സബ്വേ കയറിപ്പോയി, അതായത് ട്രെയിനുള്ളിൽ കയറിയ സമയത്ത് അമ്മ വേഗം പോയിട്ട് മോനെ ഇത് കയറില്ല, നമുക്ക് വേറെ ട്രെയിനിലാണ് കയറണമെന്ന് പിടിക്കുന്ന സമയത്ത് ഡോറ് ലോക്കായിപ്പോയി. അമ്മയുടെ കൈ കുടുങ്ങിപ്പോയി. പിന്നെ അടുത്തൊരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ട്രെയിൻ എടുക്കുമായിരുന്നു. ബുള്ളറ്റ് ട്രെയിനാണ്, 250 miles/hour അല്ലെങ്കിൽ പോകുന്ന ഈ ബുള്ളറ്റ് ട്രെയിന് പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. പക്ഷേ ഈ പോയിൻ്റ് ആൻഡ് കോളിംഗ് സിസ്റ്റം ഉള്ള കാരണത്താൽ അവിടെയുള്ള ഈ സംഭവം ചെക്ക് ചെയ്യുന്ന അവിടുത്തെ അതോറിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സംഭവം കാണുകയും ട്രെയിൻ നിർത്തുകയും ചെയ്തു. ഈ പറയുന്ന അമ്മയും കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്തു. അടുത്ത 2 മിനിറ്റ് ശേഷം ഈ ട്രെയിൻ പോവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട്, ഒരു മാനുവലായ സിസ്റ്റം ഉള്ളത് കൊണ്ട് ആ ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റി. അപ്പോൾ വലിയൊരു എറർ, വലിയൊരു അപകടം നിന്ന് ഒഴിവാക്കാൻ പറ്റിയ സിസ്റ്റമാണ് ഈ ഒരു പോയിൻ്റ് ആൻഡ് കോളിംഗ് എന്ന സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഹാബിറ്റ് സ്കോർ കാർഡുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹാബിറ്റ് സ്കോർ കാർഡ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു സിസ്റ്റം കൊണ്ടുവരിക. രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ ഏത് റൂട്ടീനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും നമ്മളറിയാതെ തന്നെ നമ്മൾ പിക്കപ്പ് ചെയ്ത് പോയ ഹാബിറ്റ്സിന് മുകളിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മൾ പുതിയ ജോലി കയറി കഴിഞ്ഞാൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയ ബിഹേവിയേഴ്സ് ഓട്ടോമാറ്റിക്കായി നമ്മൾ തന്നെ അറിയാതെ പഠിച്ചു പോകും. പുതിയ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ പുതിയ ബിഹേവിയേഴ്സ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, സറൗണ്ടിങ്സ്, ഒബ്ജക്ട്സ്, ആൾക്കാർ, അങ്ങനെ ഇതൊക്കെ വെച്ച് നമ്മുടെ ബിഹേവിയർ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചേഞ്ച് ആകുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമുക്കൊരു പുതിയ ഹെൽത്തിയർ ഹാബിറ്റ്, ഹെൽത്തിയർ ഫിസിക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലെവലിൽ നിൽക്കുന്നത്, എന്തുകൊണ്ട് നമ്മളിപ്പോൾ അൺഹെൽത്തി ആയി നിൽക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്, അതിനെപ്പറ്റി ആദ്യം പഠിക്കാം. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ അൺബണ്ടിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ബണ്ടിൽ ഓഫ് ബാഡ് ഹാബിറ്റ്സ് കൂടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അൺഹെൽത്തി ആയൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. അപ്പം എഗെയിൻ ഇതിൽ
ഈ പറഞ്ഞൊരു സിസ്റ്റം ജെയിംസ് ക്ലിയറിൻ്റെ വൈഫ് ഫോളോ ചെയ്യുന്ന സംഭവമുണ്ട്. വൈഫ് എപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് വിളിച്ച് പറയും, ഐ ഹവ് ഗോട്ട് മൈ കീസ്, ഐ ഹവ് ഗോട്ട് മൈ വാലറ്റ്, ഐ ഹവ് ഗോട്ട് മൈ ഗ്ലാസസ് ആൻഡ് ഐ ഹവ് ഗോട്ട് മൈ ഹസ്ബൻഡ്. എനിക്കെൻ്റെ കീ എടുത്തു, എൻ്റെ പേഴ്സ് കിട്ടി, അതുപോലെ തന്നെ എൻ്റെ ഗ്ലാസ്, എൻ്റെ കണ്ണട കിട്ടി, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും കിട്ടി. ചുമ്മാ ഇതിങ്ങനെ ഒരു ഫണി ആയിട്ട് പറയുകയാണെങ്കിൽ പോലും ഓർത്ത് വെക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ഓർക്കുക. അപ്പോൾ ഇത് ഒരു മൈനർ എററാണ്. പക്ഷേ ഈ മൈനർ എറർ എന്ന് പറയുന്നത് നമ്മൾ മറന്നുപോയി എന്ന് പറയുന്ന സംഭവം ശരിക്കും ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അതൊരു നമ്മൾ കംപ്ലീറ്റ്ലി ഹൈപ്പർ പ്രോഗ്രാംഡ് ആയി പോയി കഴിഞ്ഞാൽ പറ്റുന്ന സംഭവമാണ്. കൂടുതൽ മറവി നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മുടെ ബ്രെയിനെ മൊത്തം അബ്സോർബ് ചെയ്തിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയും മറ്റുള്ള പ്രോഗ്രാമും മറ്റുള്ള ആൾക്കാരുമാണ്. സോ അതിന് നമ്മൾ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോയിൻ്റ് ആൻഡ് കോളിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വിച്ച് മീൻസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് കീ എടുത്തു, ഫോൺ എടുത്തു, ഓക്കെ നമ്മൾ പെൻ എടുത്തു, എൻ്റെ ബാഗ് എടുത്തു, എൻ്റെ ഷൂസ് എടുത്തു, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ സാധനം ഉണ്ടെങ്കിൽ അതെടുത്തു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് മേലെ നമ്മൾ വായ കൊണ്ട് പറഞ്ഞിട്ട് ഒച്ചത്തിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പോവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന കാരണത്താൽ നമ്മളെ മറവി കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറവി കൂടുതലാണ്. മറവി കൂടാതെ കറക്റ്റാണ് ശരിക്കും. ഓക്കെ, സോ ദി ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാബിറ്റ് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ പുള്ളി പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ടു ഡു ലിസ്റ്റ് പോലെ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അധികം ആൾക്കാർക്ക് ബോറടിക്കുന്ന സംഭവമാണ് ഇനിയിപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ടു ഡു ലിസ്റ്റ് എങ്ങാക്കൊല്ല. ബട്ട് സ്റ്റിൽ ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ അതിന് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ മാനുവലി, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാളിയങ്ങ് പറഞ്ഞ സംഭവം അൺകോൺഷ്യസ് ആയ സംഭവം നമ്മൾ കോൺഷ്യസ് ആയി നമ്മൾ മനസ്സിലാക്കുന്നത് വരെ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ കുതിരിക്കും. സോ ഇതൊക്കെ എൻ്റെ വിധിയാണ്, ഇതൊക്കെ വിധിച്ചതാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അത് വിധിച്ചൊന്നുമല്ല. നിങ്ങൾ ജനിച്ച് വീണ സൊസൈറ്റി, നിങ്ങളെ ആൾക്കാർ, അതുപോലെ തന്നെ നിങ്ങളുമായി ഇടപഴകിയ എല്ലാ കാര്യങ്ങളും കൊണ്ടുണ്ടായ ബിഹേവിയർ കാരണം ഉണ്ടായ സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. സോ അതിനെ നിങ്ങൾ അൺപാക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ്. നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പുള്ളി പറയുന്നത്, സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ഓൺ ചെയ്യുക. ഫസ്റ്റ് ദാറ്റ് മീൻസ് വേക്കപ്പ്, നമ്മൾ എഴുന്നേൽക്കുന്നു, അലാം ഓഫ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഫോൺ നോക്കും, പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് പോകും, പിന്നെ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യും, പിന്നെ കുളിക്കും, പിന്നെ പല്ല് തേക്കും, പിന്നെ ടീത്ത് ഒന്ന് ഫ്ലോസ് ചെയ്യും, ഈ പറയുന്ന നമ്മൾ ടവലെടുത്ത് തോർത്തും. ഇപ്പോൾ വളരെ സിമ്പിളായ കാര്യമായിരിക്കും ഇത്. പക്ഷേ ഇത് നമ്മൾ ആദ്യം നോട്ട് ഡൗൺ ചെയ്യും. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന സെയിം സംഭവം തന്നെ ആയിരിക്കും ഇത്. പക്ഷേ നമ്മൾ ആദ്യം ഈ പാറ്റേൺസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ഈ ഒരു സിമ്പിൾ പാറ്റേൺസ് എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. ഒരു ദിവസം 2 ദിവസം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ഒന്നും നമ്മൾ മാറ്റുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു 2-3 ദിവസം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് സെയിം സംഭവം തന്നെ ഞാൻ ചെയ്യുന്ന, ഞാൻ അറിയാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നോട്ട് ഡൗൺ ചെയ്തപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഒരു കൈൻഡ് ഓഫ് ഒരു അവെയർനെസ് വരും. ഇതാണ് ലെവൽ 1. ഈ ലെവൽ 1 നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ, ഈ പാറ്റേൺസിൽ എന്തൊക്കെയാണ് പോസിറ്റീവ്, എന്തൊക്കെയാണ് നെഗറ്റീവ്, എന്തൊക്കെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത് നോക്കണം. ഏതൊക്കെ ഹാബിറ്റ്സാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഹാബിറ്റ്സാണ് ന്യൂട്രൽ ആയിട്ടുള്ളത്, ഏതൊക്കെ ഹാബിറ്റ്സാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. സോ ഇത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോവുകയല്ല, ജസ്റ്റ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലെവൽ 1. ഈ അവെയർനെസ് എന്ന് പറയുന്ന സംഭവം ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്നത് ഇറ്റ്സ് എ ന്യൂട്രലായ സംഭവമാണ്. അലാം ഓഫ് ചെയ്യാൻ ന്യൂട്രലായ സംഭവമാണ്. അലാം സ്നൂസ് ചെയ്യാന്ന് പറയുന്ന സംഭവം ഒരു നെഗറ്റീവായ സംഭവമാണ്. സ്നൂസ് ചെയ്യുന്നതും പെട്ടെന്ന് ഓഫാക്കുന്നതും 2 ഡിഫറെൻറ്റ് സംഭവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്കൊരു എക്സാമ്പിളായി തരുന്നത്, ഇത് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം ഈ ലിസ്റ്റിനെ. സോ അലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂട്രലായ സംഭവമാണ്, അല്ലെങ്കിൽ ന്യൂട്രലും ആൻഡ് പോസിറ്റീവും കൂടിയാണത്. രണ്ട് അത് പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മൾ ഓഫ് ചെയ്തു എന്നുള്ളത്. പിന്നെ നമ്മൾ ഫോൺ എടുത്ത് നോക്കും. ഈ ഫോൺ എടുത്ത് നോക്കുന്നത് നെഗറ്റീവായ ഒരു ഹാബിറ്റാണ്. അത് നമുക്ക് അറിയാം. കാരണം നമ്മൾ ഫോൺ എടുത്ത് നോക്കിയാൽ അതിനുള്ള കുത്തിയിരുന്ന് കുറേ, കാരണം ഇന്നലെ പറഞ്ഞു, അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, ഒരു നമ്മുടെ ഒരു $multi-billion വെപ്പണാണ് നമ്മുടെ ബ്രെയിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോൺ എന്ന് പറയുന്നത്. എല്ലാ കുന്ത്രാണ്ടും അതിലുണ്ട്. സോ നമ്മൾ ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ താഴെ വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാരിച്ച സംഭവമാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ സംഭവം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദിവസം മൊത്തം പോകും. അപ്പോൾ ഇത് നെഗറ്റീവ് ഒരു സംഭവം തന്നെയാണുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇതിനെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോകാം. പക്ഷേ ദാറ്റ് മീൻസ് രാവിലെ നമ്മൾ എടുത്ത് നോക്കേണ്ടത് വാട്സപ്പോ സോഷ്യൽ മീഡിയയോ അല്ല, അതിന് പകരം നമ്മൾ ടു ഡു ലിസ്റ്റ് എടുത്ത് നോക്കാം. അങ്ങനെയും ചെയ്യാം. സോ 2 സ്റ്റേജ് ഒരുമിച്ചാണ് ഞാൻ പറഞ്ഞത്. വിച്ച് മീൻസ് ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന നമ്മൾ പാറ്റേൺ ചെക്ക് ചെയ്യുക, എൻ്റെ അതായത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കുക. അപ്പം വേക്കപ്പ് ന്യൂട്രലാണ്, അലാം ഓഫ് ചെയ്യുന്നത് ന്യൂട്രലാണ്, ഫോൺ നോക്കുന്നത് നെഗറ്റീവാണ്, ബാത്റൂം പോകുന്നത് ന്യൂട്രലാണ്, നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുക, അത് ഹെൽത്തി ആയ കോൺഷ്യസ് ആയ നമ്മൾ കാര്യമാണ് ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള വെയിറ്റ് ചെക്ക് ചെയ്യുക, അതൊരു പോസിറ്റീവായ കാര്യമാണ്. ടേക്കിംഗ് ഷവർ രാവിലെ കുളിക്കാറുണ്ട്, പോസിറ്റീവായ കാര്യമാണ്. ചില ആൾക്കാരെ കുളിക്കാതെ വരാറുണ്ട്, അപ്പോൾ അവരോട് ഇപ്പോൾ കുളിക്കാറുണ്ട് പോസിറ്റീവായ സംഭവമാണ്.
പല്ല് തേക്കുക, അതുപോലെ തന്നെ പല്ലിൽ ഈ ഫ്ലോസ് ചെയ്യുക, ഇതൊക്കെ പോസിറ്റീവ് കാര്യമാണ്. ചില ആൾക്കാർ പലേ തേക്കാറില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒരു ചിലപ്പോൾ ഒരു 10-15 ഉണ്ടാവും, ചില ആൾക്കാർ 1-2 ഉണ്ടാവും. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ദ ഹോൾ ഐഡിയ ഇസ് ലൈക്ക് ഫൈൻഡ് ദി പാറ്റേൺ. അപ്പോൾ ആ പാറ്റേൺ കണ്ടതിന് ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യാതെ ജസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ പ്ലസ് മൈനസ് ഈക്വൽ ഇടുക. ഇതിൽ ഗുഡ് ഹാബിറ്റോ ബാഡ് ഹാബിറ്റ്സോ ഇല്ല കേട്ടോ. ആദ്യം എനിക്കതാണ് പറയാനുള്ളത്. വിച്ച് മീൻസ് ഞാൻ ഇത്രയും ബാഡ് ഹാബിറ്റ്സ് ചെയ്യുന്നത്, ഞാനൊരു ബാഡ് മനുഷ്യനാണ് നമ്മൾ ഐഡൻറ്റിറ്റിയിൽ കൊണ്ടുവരരുത്. ഇതാണ് ആദ്യം ആൾക്കാർക്ക് പറ്റും. ഇത്രയും ബാഡ് ഹാബിറ്റ് ചെയ്യുന്ന കാരണം ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. ജസ്റ്റ് റിലാക്സ്. ജസ്റ്റ് പാറ്റേൺ ഫ്രം ദ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഈ ഒരു ആക്ഷൻ പോലും എടുക്കാൻ മടിയുള്ള ആൾക്കാർ ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക ഈ ഒരു സംഭവം. അതാണ് ആദ്യം ചെയ്യുന്നത്. ഓർത്ത് വെക്കാൻ പറ്റുന്ന വലിയ എഫേർട്ടൊന്നും വേണ്ടല്ലോ. സോ ഈ ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും പറയരുതെന്ന് പറയാൻ കാരണം ഞാൻ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അതിനെ കൂടുതലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്ട്രെസ് വരും. അപ്പോൾ ഇതിൽ പുള്ളി പറയുന്നത് നമ്മൾ ഓൾ ടുഗെദർ നിങ്ങൾ നെറ്റ് പോസിറ്റീവ് നെഗറ്റീവായ ഹാബിറ്റ്സ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. രാവിലത്തെ ഒരു സൈക്കിൾ, രാവിലത്തെ ഒരു 2 hours നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൽ എത്രത്തോളം പോസിറ്റീവ് ഹാബിറ്റ്സ് എത്രത്തോളം നെഗറ്റീവ് ഹാബിറ്റ്സിന് നോക്കുക. അപ്പോൾ ഈ രീതിയിലൊരു ട്രാക്കിംഗ് സിസ്റ്റം നിങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ പോസിറ്റീവ്. അപ്പോൾ അതിനെ ഒരു ഗെയിമിഫിക്കേഷനിൽ എടുക്കാം. ഇത്രയും നെഗറ്റീവ് ഞാൻ ഇത്രയും പോസിറ്റീവ് ചെയ്ത് ഇത്രയും ന്യൂട്രൽ ഉണ്ട്. സോ ഐ വാണ്ട് എനിക്ക് എൻ്റെ പോസിറ്റീവ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം എന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൂടെ എക്സ്ട്രാ ചെയ്യുക നെക്സ്റ്റ് ദിവസം. അപ്പോൾ അതൊരു ഗെയിമിഫിക്കേഷനിൽ കൂടെ നിങ്ങൾ ഹാബിറ്റ് ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരും. എഗൈൻ ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇൻഡിവിജ്വലൈസ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ഒരു ഫണ്ണാക്കി എടുക്കുക. ജസ്റ്റ് ഫൺ. ഒരു ഗെയിമിനെ റീകോഡ് ചെയ്ത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഗെയിമിലെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. സോ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇറ്റ്സ് ഫൺ. ജസ്റ്റ് തിങ്ക് ലൈക്ക് ഫൺ. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഹാബിറ്റ് ട്രാക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മുടെ ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മളെന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആ സംഭവത്തിന് നമ്മൾ ഒന്ന് എടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് പോയിന്റ് ചെയ്യുക, കോൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ കാര്യം ചെയ്യുക. ഉദാഹരണം നമ്മൾ പോയിട്ടൊരു ചോക്ലേറ്റ് കഴിക്കാൻ പോകുക, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോകുക. കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ തന്നെ പറയാം, ഞാനിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ സംഭവം ബാഡാണെന്നറിയാം, എന്നാലും ഞാൻ കഴിക്കാൻ പോവുക. ഫസ്റ്റ് സമയം പറയുന്ന സമയത്ത് വലിയ രീതിയിലൊന്നും തോന്നില്ല, ഇതെന്തെന്നാ പറഞ്ഞ് പോകാൻ. പക്ഷേ ഓരോ തവണ നിങ്ങളത് പറയുന്ന സമയത്ത് സബ് കോൺഷ്യസ്ലി നിങ്ങൾ രജിസ്റ്റർ ആവും. സംഭവം ബാഡാണെങ്കിലും നിങ്ങൾ ഉള്ളിനുള്ളിൽ തട്ടിയിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവൻച്വലി നിങ്ങളത് ആ ഒരു ഹാബിറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഉള്ളിലുണ്ടായി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുക. ഗുഡ് ഹാബിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാഡ് ഹാബിറ്റ് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് ചെയ്യുക, കോൾ ചെയ്യുക, എന്നിട്ട് ആ കാര്യം ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നതാണ് ഹാബിറ്റ് സ്കോർ കാർഡ് എന്ന് പറയുന്ന സിസ്റ്റം ജെയിംസ് ക്ലിയർ ഇവിടെ പറയുന്നത്. റൈറ്റ്. സോ അടുത്ത സിസ്റ്റം പറയുന്നത് ദ ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട് എ ന്യൂ ഹാബിറ്റ്. ഇതിലൊരു ചെറിയൊരു സയൻറ്റിഫിക് സ്റ്റഡി പറയുന്നുണ്ട്. ബ്രിട്ടനിൽ 2001 നടത്തിയ റിസർച്ച് ഗ്രൂപ്പിൽ ഒരു സ്റ്റഡിയാണ്. അപ്പോൾ 3 ഗ്രൂപ്പായി തിരിച്ചു. ആ 3 ഗ്രൂപ്പിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്നൊരു കൺട്രോൾ ഗ്രൂപ്പാണ്. അവരോട് പറഞ്ഞ എക്സസൈസ് ചെയ്യുക, എക്സസൈസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യും. ദ ഹോൾ ഐഡിയ ഇസ് ലൈക്ക് അവരത്തോളം വെയിറ്റ് കുറയുന്നുണ്ട് എന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 3 ഗ്രൂപ്പായി തിരിച്ചു. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് അവരോട് വർക്കൗട്ടും കാര്യങ്ങളും സംഭവങ്ങളും കൊടുത്തു, അവരോട് ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു അവർക്ക് മോട്ടിവേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, പേരിട്ടത് അവർ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ പറയുന്ന വർക്കൗട്ടും കൊടുത്തു, അതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ടിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും സംഭവങ്ങളും പറഞ്ഞു. ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് ചെയ്യും, നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് എത്രത്തോളം നന്നായി വരും, ഓവറോൾ ഹെൽത്ത് എത്ര നന്നാവും എന്ന് പറയുന്ന ഇതിൻ്റെ മോട്ടിവേഷൻ എഡ്യൂക്കേഷനും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. പക്ഷേ മൂന്നാമത്തെ ഗ്രൂപ്പ് ഈ സെയിം സംഭവം പറഞ്ഞു, അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി അവർ ആഡ് ചെയ്തു. ആ സംഭവമാണ് ഒരു സ്പെസിഫിസിറ്റി കൊണ്ടുവന്നു. സ്പെസിഫിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോട്ടിവേഷൻ കൊടുത്തു, എക്സസൈസും കൊടുത്തു. അടുത്ത ആഴ്ച 20 മിനിറ്റ് ഇന്ന ദിവസം ഈ സ്ഥലത്ത് വെച്ച് ഇത്ര നേരം ഈ വർക്കൗട്ട് ഞാൻ ചെയ്യും എന്ന രീതിയിലൊരു പ്രതിജ്ഞ പോലെ പറയിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് അവർക്ക് കൊടുത്തൊരു ഒരു എക്സ്ട്രാ സംഭവം. മറ്റു 2 പേർക്കില്ല. എന്നിട്ട് അവർ ഈ വർക്കൗട്ടും കാര്യത്തിന് വേണ്ടിയിട്ട് 248 ആൾക്കാരാണ് കേട്ടോ ഈ പറഞ്ഞ രീതിയിൽ 3 കാറ്റഗറിയിൽ ആക്കി വിട്ടത്. അപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവർ ടെസ്റ്റ് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയത് ആദ്യത്തെയും രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരു 35 മുതൽ 38% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഗ്രൂപ്പിൽ സെക്കൻഡ് ഗ്രൂപ്പിലെ ആൾക്കാർ എക്സസൈസിൻ്റെ ബെനിഫിറ്റും അറിയാം, എക്സസൈസ് അവർ രണ്ടുപേരും ചെയ്തത് ഒരു ഏകദേശം ഈക്വലായ രീതിയിലാണ് ആൾക്കാർ പോയത്. അതായത് 100 ആൾക്കാരുണ്ടായാലും 35 ആൾക്കാരേ പോയിട്ടുള്ളൂ. പക്ഷേ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഇപ്പം 100 ആൾക്കാരുണ്ടായാലും 91 ആൾക്കാരും അവർ എക്സസൈസ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിസിറ്റി കൊണ്ടുവന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഹാബിറ്റ് ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ അവർക്ക് വന്നു. അപ്പോൾ അതിന് ജെയിംസ് ക്ലിയർ ഇതിൽ പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇൻറ്റൻറ്റ് ടു ഇംപ്ലിമെൻറ്റ് എ പെർട്ടിക്കുലർ ഹാബിറ്റ്.
നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതലായി റിപ്പീറ്റ് ചെയ്യാനൊരു ബിഹേവിയർ ടെൻഡൻസി ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അതൊരു സയൻറ്റിഫിക് ആയ ഒരു ഫാക്റ്റാണ്, അതിന് വേണ്ടിയുള്ള റിസർച്ചാണ് നടത്തിയത്, അത് പ്രൂവ് ആവുകയും ചെയ്തു. അപ്പോൾ നെഗറ്റീവായ ഹാബിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ആ പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യുക. സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് നിങ്ങളത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനും പറ്റും ഈസി ആയിട്ട്, ഗുഡ് ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പറയണം, ഞാൻ ഈ ആഴ്ച മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് ശേഷം അരമണിക്കൂർ നടക്കാൻ പോകും, പാർക്കിൽ നടക്കാൻ പോകും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതി നിങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് ആ സാധനം എടുത്ത് വായിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവുക എന്ന് പറയുന്നത്. ചെയ്യാൻ പോകുന്ന കാര്യം ഉദ്ദേശം എന്താണെന്നുള്ളത് കറക്റ്റായ രീതിയിലൊന്ന് എഴുതുക, ആ എഴുതിയ കാര്യം നമ്മൾ വായിക്കുക, വായിച്ചതിന് ശേഷം സംഭവം ചെയ്യുക. ഇതാണ് ശരിക്കും ഈ പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. അപ്പോൾ ഞാൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എഴുതാൻ പോവുക, ഞാൻ ഇന്ന് ഹെൽത്തിയായ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഐ എം ഗോയിങ് ടു ഈറ്റ് ഹെൽത്തി, ഐ എം ഗോയിങ് ടു റൈറ്റ് മോർ, ഐ എം ഗോയിങ് ടു ഡു വർക്കൗട്ട്. നമ്മൾ വേഗമായ രീതിയിൽ നമ്മളൊരു കാര്യം പറയാൻ പാടില്ല. ഈ മാനിഫെസ്റ്റേഷൻ ടൂൾ എന്ന് പറയുന്ന സംഭവം ഇതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. വിച്ച് മീൻസ് നമ്മളൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച കാര്യത്തിൽ എത്രത്തോളം വ്യക്തത ഉണ്ട് എന്നാണ് നമ്മളോട് തന്നെ ഒരു പ്രതിജ്ഞയിലെത്തണം. വിച്ച് മീൻസ് ഞാൻ ഇന്ന് മുതൽ നല്ല ഭക്ഷണം, ഹെൽത്തിയായ ഭക്ഷണം കഴിക്കും. അതിലൊരു സ്പെസിഫിസിറ്റി ഇല്ല. കാരണം അത് നിങ്ങൾ വെറുതെ പറഞ്ഞ പോലെയാണ്. എന്ത് ഭക്ഷണം കഴിക്കും, എവിടുന്ന് കഴിക്കും, എപ്പോൾ കഴിക്കും, എങ്ങനെ കഴിക്കും, ഇതൊന്നും ഡീറ്റെയിൽസ് ഇല്ല. ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ അതിലൊരു വ്യക്തത ഇല്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളിപ്പോൾ ഭക്ഷണം, നല്ല ഹെൽത്തിയായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ മുതൽ 2 ഓംലേറ്റ്, 2 എഗ് വൈറ്റ് കഴിക്കും, അതുപോലെ തന്നെ 2 ക്യുക്കമ്പർ കഴിക്കും, 2 കക്കിരി കഴിക്കും, ഹെൽത്തിയായ രീതിയിൽ രാവിലെ 8 മണിക്ക് സ്പെസിഫിക്കായി എന്ന് നിങ്ങളത് എഴുതി വെക്കുക. എഴുതി വെച്ച് നിങ്ങൾ വായിക്കുക, വായിച്ചിട്ട് ഈ സംഭവം കഴിക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഇവൻച്വലി ഈ ഹാബിറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടെ. ഒരു തവണ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയ സംഭവം വായിക്കുന്ന സമയത്ത്, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം ആൻ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആയി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതാണ് ഈ പറയുന്ന ഒരു ടെക്നിക്ക്. സോ അടുത്ത തവണ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ നാളെ മുതൽ മെഡിറ്റേറ്റ് ചെയ്യും എന്ന് പറയുന്നതിന് പകരം ഞാൻ നാളെ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. മൺഡേ മുതൽ അടുത്ത മൺഡേ വരെ ഞാൻ ഈ രീതിയിൽ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. പഠിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ പെർട്ടിക്കുലർ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 മിനിറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാവും സ്പെസിഫിക്കായി. എന്നിട്ട് അത് വായിക്കുക, എന്നിട്ട് സംഭവം ചെയ്യുക. അതുപോലെ തന്നെ എക്സസൈസിൻ്റെ കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ ഇതിൽ പറയുന്നുണ്ട്. മാരേജ് ആണെങ്കിൽ ഐ വിൽ മേക്ക് മൈ പാർട്ട്ണർ കപ്പ് ഓഫ് ടീ അറ്റ് 8 AM ഇൻ ദ കിച്ചൺ. എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടി ഞാൻ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. രാവിലെ 8 മണിക്ക് ഞാൻ പുള്ളിക്കാരി എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ തരത്തിലുള്ള എന്താ പറയുക ഹാബിറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാം. അഗെയിൻ ദ ഐഡിയ ഈസ് ഹാബിറ്റ് ഇൻറ്റൻഷലി നമ്മൾ കൊണ്ടുവരിക. അത് കൊണ്ടുവരുന്ന സമയത്ത് ഇവൻച്വലി ബിക്കം മാനിഫെസ്റ്റ് ആൻഡ് ഓട്ടോമേറ്റഡ് ബിഹേവിയർ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഡ്രീമൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, എഴുതി വെച്ച ഡ്രീം നിങ്ങൾ വായിക്കുക. അത് ഇവൻച്വലി അത് നിങ്ങൾക്ക് ഈസിയായി വരുന്നവരെ അത് നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. അത് പിന്നെ അത് സാക്ഷാത്കാരമാവും, ഇറ്റ് ബിക്കം മാനിഫെസ്റ്റ് ആവും എന്ന് പറയുന്ന സംഭവത്തിൻ്റെ മിനിയേച്ചർ വേർഷനാണ് ഈ ഒരു കാര്യം. ക്ലിയർ ആയല്ലോ? വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാണ്, ഭക്ഷണം കഴിക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം പഠിക്കാനൊക്കെ എളുപ്പമാണ്. അത് വലിയ മാനിഫെസ്റ്റേഷൻ ഗെയിമൊന്നും വേണ്ട എന്ന് നമ്മൾ പറയരുത്. ഈ രീതിയിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് വേർഷനാണ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ബിഗർ ഡ്രീംസ്. റൈറ്റ്. ആൻഡ് അടുത്തതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന സംഭവം. ഇതൊരു ഒറ്റ ഹാബിറ്റാണ് പറയുന്നത് അല്ലേ? ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എക്സാമ്പിൾ പുള്ളി പറയുന്നത് 1765 ഒരു ഫ്രഞ്ച് ഫിലോസഫർ ഡെനിസ് ഡിട്രോയിഡ്, പുള്ളിക്കാരൻ്റെ ഒരു കഥയാണ്. പുള്ളിക്കാരൻ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. അപ്പം അന്നത്തെ റഷ്യയിലെ എംബ്രസ് രാജ്ഞി പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പുള്ളിക്കാരൻ്റെ പല ബുക്കുകളും കാര്യങ്ങളും. അപ്പോൾ ഇവനാണ് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന സംഭവം അന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് വായിക്കുന്ന ആളായിരുന്നു ഈ പറയുന്ന റഷ്യയിലെ രാജ്ഞി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ട്രബിൾ കൂടെ പോവുകയാണെന്ന് അറിഞ്ഞപ്പം ഈ രാജ്ഞിക്ക് അതിന് സങ്കടം ഉണ്ടായി. £1000, ഇന്നത്തെ ഏകദേശം $1,00,000 പുള്ളിക്കാരന് ഈ പറഞ്ഞ ഡിട്രോയിഡിന് കൊടുക്കുകയും ചെയ്തു. ഈ ഡിട്രോയിഡിന് കൊടുത്ത സമയത്ത് ഒറ്റയടിക്ക് പുള്ളി സമ്പന്നനായും മാത്രമല്ല മകളെ വിവാഹം നല്ല ഉഷാറായി കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായ പൈസ നല്ലൊരു റോബ് വാങ്ങി, ഒരു ഐ തിങ്ക് സംതിങ് ലൈക്ക് ഒരു സ്കാർഫോ അങ്ങനത്തെ ഒരു സംഭവം വാങ്ങി.
അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാ ആൾക്കാരും നല്ല അടിപൊളിയായ നല്ല ഭയങ്കര സംഭവം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ അപ്രീസിയേഷൻ കിട്ടിയപ്പം ഈ ഡിട്രോയിറ്റ് എന്ത് തോന്നി, കുറച്ചുകൂടെ നല്ലൊരു സംഭവം വാങ്ങണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിട്രോയിറ്റ് വീട് പോയി അതിൻ്റെ ഡമസ്കസിലെ റഗ് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൻ്റെ തറയിലേക്ക് വിരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ആയി. അപ്പോൾ വീണ്ടും ബാക്കിയുള്ള പൈസ എടുത്തിട്ട് ടേബിൾ മാറ്റി, കിച്ചൺ മാറ്റി, ഇത് മാറ്റി, സാധാരണ നോർമൽ ചെയറൊക്കെ എടുത്ത് മാറ്റിയിട്ട് ലെതറിൻ്റെ ചെയറൊക്കെ കൊണ്ട് വെച്ചു. അങ്ങനെയുള്ള പൈസ മൊത്തം പൊട്ടിച്ച് പുള്ളിക്കാരനെ ആർമാദിച്ചെന്നറിയാം. അപ്പം ഇതിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിന് ഡിട്രോയിറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആക്കിയിട്ട് ഇവൻച്വലി ആൾക്കാർ അതിന് ഒരു വിളിപ്പേര് വരെ വന്നു. ആരെങ്കിലും അനധികൃതമായിട്ട് ചെലവഴിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ ഡിട്രോയിറ്റ് ബാധ കുടിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഒരു പേര് വരെ വന്നു. അപ്പോൾ ഈ ഒരു കഥ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം പേർച്ചേസ് ബിഹേവിയർ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ചെയ്യുന്ന ലൈഫിൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു പുതിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ്ലി ഒരു മാറ്റ് ഉണ്ടാകും. ആ മാറ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളെന്ത് ചെയ്യും, കാറിൻ്റെ ഷോപ്പിൽ പോയി പുതിയ കാറ് വാങ്ങി തന്നെ അതിനടുത്ത് ഇങ്ങനത്തെ ഷോപ്പ് ഉണ്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, സാർ ഇത് മാറ്റാം, അത് മാറ്റാം, അതിൻ്റെ മേലെ പെയിൻ്റ് എടുക്കുക, അതിൻ്റെ മേലെ സാധനം എടുക്കുക, ഈ സ്റ്റീരിയോ മാറ്റി വേറെ സ്റ്റീരിയോ വെക്കുക, ഈ ലൈറ്റ്. കാറ് വാങ്ങിയതിൻ്റെ പൈസേനെക്കാട്ടും ഒരു 20-30% നമ്മൾ ഈ പറഞ്ഞ കാറിന് മുകളിൽ നമ്മൾ വീണ്ടും കയറ്റും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സംഭവം നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനോടൊരു പേർച്ചേസിങ് ബിഹേവിയർ പെട്ടെന്ന് കൂടും. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ കാലത്ത് എല്ലാ തരത്തിലുള്ള മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ പ്രൊഡക്റ്റും ഒക്കെ ഓർഗനൈസ് ആയിരിക്കുന്നത്. അത് ബിസിനസ്സൊക്കെ ഓർഗനൈസ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിഹേവിയർ പോലെ തന്നെ നമുക്ക് ഒരു ഗുഡ് ഹാബിറ്റ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കുന്ന സമയത്ത് ഇവൻച്വലി വാട്ട് വിൽ ഹാപ്പൻ ഈസ് നമുക്ക് ഒറ്റയടിക്ക് ഒരു സീരീസ് ഓഫ് പുതിയ ഹാബിറ്റ്സ് ബാക്ക് ടു ബാക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ഒരു ഹെൽത്തിയായി മാറുകയും ചെയ്യും. സോ ദാറ്റ്സ് ദ ഹോൾ ഐഡിയ അബൌട്ട് ദിസ് പർട്ടിക്കുലർ സ്റ്റോറി. ഇപ്പോൾ സ്റ്റോറി കൂടെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന പല ബിഹേവിയർ പാറ്റേൺസും നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രീം ചെയ്യുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദാറ്റ്സ് എ ഹോൾ ഐഡിയ. ഷോപ്പിംഗ് സ്പ്രീ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ ഓണത്തിനും അതുപോലെ ക്രിസ്മസിനും അതുപോലെ തന്നെ ഈദിനൊക്കെ പോയി ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ ചെരുപ്പ് എടുത്ത് കഴിഞ്ഞാൽ അത് വാങ്ങണം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കേരളത്തിലെ കല്യാണങ്ങളൊക്കെ അങ്ങനെ തന്നെ. കല്യാണം ആകുന്ന സമയത്ത് ഒരു വക ഇല്ലാണ്ട് പൈസ പൊട്ടിക്കും, ശരിയല്ലേ? ലോൺ എടുത്തിട്ടാലും ഇപ്പോൾ അതിന് അംബാനിയുടെ കല്യാണത്തിന് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എത്രയോ കോടി മുടക്കിയപ്പം എല്ലാ ആൾക്കാരും ഇത്രയും കോടി കല്യാണത്തിന് മുടക്കിയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർ കൊടുത്തിട്ട് ചോദിച്ചു. പുള്ളിയുടെ ടോട്ടൽ നെറ്റ്വർത്തിന് എത്രയോ 0.01% എങ്ങനെയാണ് ഈ കല്യാണത്തിന് വേണ്ടി ചിലവഴിച്ചതെന്നാണ് റിപ്പോർട്ട് വന്നത്. പക്ഷേ ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആകെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 10 ലക്ഷം റുപ്യൊക്കെ ഉണ്ടാവും. ഈ പുള്ളിക്കാരൻ ലോൺ എടുത്തിട്ട് 25 ലക്ഷത്തിൻ്റെ കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു കല്യാണം എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അനധികൃതമായ രീതിയിലുള്ള പല ഹാബിറ്റ്സും നമ്മൾ നാട്ടുകാരുടെ കമ്പൽഷൻ കാരണം, നമ്മളെ വീട്ടുകാരുടെ കമ്പൽഷൻ കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായി പല ബിഹേവിയർ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം ഇത് അൺഹെൽത്തി ആയ ഒരു ഹാബിറ്റാണ്. പറഞ്ഞു വന്നത് ഓട്ടോമാറ്റിക് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ആദ്യം അവയർനെസ്, ഞാൻ പറഞ്ഞു ഇതൊക്കെ അവയർനെസ് പ്രോഗ്രാമാണ്. നമ്മൾ അവെയർ ആവണം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമുക്കൊരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ഇറ്റ്സ് ഈസി. നമ്മൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാന്നുള്ളതാണ്. സോ ഇതിൽ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിനെ പറ്റി പറയുന്നത്, രാവിലെ ഇപ്പം ഓരോ ഹാബിറ്റ് പുതിയ നല്ല ഹാബിറ്റ് ഒറ്റയടിക്ക് ഒരു സ്കെയിലിൽ ഒരു സീരിയസ് ആയ ഒരു സ്കെയിലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഈ ഒരു ടെക്നിക്ക്. വിച്ച് മീൻസ് ഫസ്റ്റ് നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യുക. അതിൽ എത്രത്തോളം നെറ്റ് പോസിറ്റീവ്, നെറ്റ് നെഗറ്റീവ്, നെറ്റ് ന്യൂട്രലായ ഹാബിറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയില്ല. അതിനുശേഷം ഏത് പോസിറ്റീവ് ഹാബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ആ പോസിറ്റീവ് ഹാബിറ്റ്സ് നമ്മൾ ആദ്യം എഴുതി വെക്കുക. മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എക്സസൈസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അഫർമേഷൻസ് ഒക്കെ. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഏതെങ്കിലും പുതുക്കാൻ വേണ്ടി നമ്മൾ അതിനൊരു താല്പര്യമുണ്ട്. അത് പോരാത്തത് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു സീരീസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. വിച്ച് മീൻസ് മെഡിറ്റേഷൻ, രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാനൊരു കപ്പ് കോഫി രാവിലെ എന്ത് ചെയ്യും, കുടിച്ചതിന് ശേഷം ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ 1 മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. അതിനുശേഷം ഒരു കോഫി കുടിക്കും. അതിനുശേഷം ഞാൻ എക്സസൈസ് ചെയ്യും. ആ എക്സസൈസ് ഞാൻ 20 മിനിറ്റ് ഞാൻ എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്ത ശേഷം ഷൂസ് അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. എല്ലാത്തിനും നന്ദി, ഈ താങ്ക് യു ഫോർ മൈ ബോഡി, താങ്ക് യു ഫോർ മൈ ബ്ലാ 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 എന്ന രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. ബ്ലാ 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 അല്ല, ഞാൻ പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റോടെ കാര്യങ്ങൾ ചെയ്യാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു പോസിറ്റീവായ എനർജി വെച്ചുകൊണ്ട് തന്നെ നേരെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും വിളിക്കുക, നമ്മുടെ പാരൻസിനെ ആരെയും വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സിബ്ലിങ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് നമ്മൾ ആ ഒരു ബന്ധം പുലർത്തുക. എല്ലാവരും ദിവസം വിളിക്കണം നിർബന്ധമില്ല, പലരും മാറി വിളിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണ്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവർ വൈഫിനെ വിളിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ വിളിക്കുക എന്ന രീതിയിലൊരു സീരീസ് ഓഫ് ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുനിഞ്ഞിറങ്ങുക.
ദാറ്റ്സ് എ ഹോൾ ഐഡിയ അബൌട്ട് ഹാബിറ്റ് സ്റ്റാക്കിങ്. അപ്പോൾ ഹാബിറ്റ് സ്റ്റാക്ക് ചെയ്യാൻ പല രീതിയിൽ നമുക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതാണോ ഏറ്റവും ഈസി ആയിട്ട് വരുന്നത് ആ രീതിയിൽ ഹാബിറ്റിനെ സ്റ്റാക്ക് ചെയ്യുക എന്നതാണ് ഇതിൽ കൂടെ പറയുന്ന ഒരു പ്ലാൻ. സോഷ്യൽ സ്കിൽസ് ആയിട്ട്, ഫിനാൻഷ്യൽ സ്കിൽസ് ആയിക്കോട്ടെ, അതുപോലെ ഹെൽത്തി ഈറ്റിംഗ് ആയിക്കോട്ടെ, മിനിമലിസ്റ്റ് ആയ രീതിയിലുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യമായിട്ട്, വീട് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് പുതിയ പുതിയ ഹാബിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. ഈ ഹാബിറ്റ്സ് നിങ്ങൾ തന്നെ ഇവൻച്വലി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജീസാണ് ഈ പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻ, ഇൻറ്റൻഷൻ, ഹാബിറ്റ് സ്റ്റാക്കിങ്. നമ്മൾ എടുത്ത് പറയുക, വായ കൊണ്ട് തുറന്നുറക്കെ പറയുക, എഴുതി വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇതിൽ കൊണ്ടുവരാം. അതിനുശേഷം ഏറ്റവും അവസാനത്തല്ല വേറൊരു ചാപ്റ്ററാണ് മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റഡ്, എൻവയോൺമെൻറ്റ് ഓഫൺ മാറ്റേഴ്സ് മോർ. നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മോട്ടിവേഷനെക്കാട്ടും. ഈ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റി ഒരു സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ആൾക്കാരുടെ ഹെൽത്തിയായ രീതിയിൽ അവരെ ഹാബിറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരറിയാതെ തന്നെ ആ സറൗണ്ടിങ്സിലെ അൺഹെൽത്തിയായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഹെൽത്തിയായ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഉദാഹരണത്തിന് റെഫ്രിജറേറ്റർ എടുത്ത് സോഡ, അതുപോലെ പെപ്സി പോലത്തെ കാര്യങ്ങളുണ്ട്, ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ സോഡയ്ക്ക് പകരം അവർ കൊണ്ടുപോയി എന്ത് ചെയ്തു, വെള്ളം കൊണ്ടുവച്ചു. ഒരു ബാസ്ക്കറ്റിൽ വെള്ളം കൊണ്ടുവച്ചു. അപ്പോൾ ഈ എവിടെയൊക്കെ ഈ പറയുന്ന സോഡ ക്യാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പെപ്സി ബോട്ടിൽസ് കാര്യങ്ങളുണ്ടോ, അവിടെയൊക്കെ സാധാരണ വെള്ളം ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസ്പ്ലേയിൽ വെച്ചു. അതുപോലെ ഗുഡ് ഹെൽത്തി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് തന്നെ എടുത്ത് വെച്ചു, വാങ്ങാൻ പറ്റും അവർക്ക്. ഒരു 3 മാസം ഈ പറഞ്ഞ രീതിയിൽ അവർ ചെക്ക് ചെയ്തപ്പം അവിടെ ഓൾറെഡി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഓൾറെഡി വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്റ്റാഫ് തന്നെ ഈ പെപ്സി അൺഹെൽത്തി ആയ കാര്യങ്ങൾ പോലത്തെ കാര്യങ്ങൾ മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് വെള്ളം കുടിക്കാൻ തുടങ്ങി. അത് 25% ഈ വാട്ടറിൻ്റെ കച്ചവടം കൂടി, ഏകദേശം 10-11% സോഡ, അതുപോലെ തന്നെ അൺഹെൽത്തി ജങ്ക് ഡ്രിങ്ക്സിൻ്റെ കച്ചവടം കുറയുകയും ചെയ്തു. അപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ എൻവയോൺമെൻറ്റിൽ ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിലുള്ള ഹാബിറ്റ് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ജെയിംസ് ക്ലിയറിൻ്റെ സ്വന്തം ഒരു അനുഭവം എന്ന് പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരൻ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ താല്പര്യമാണ്. അപ്പം ഏറ്റവും പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ ആപ്പിൾസ് പുള്ളിക്കാരൻ എടുത്ത് വെക്കുമായിരുന്നു. എപ്പോഴും ഫ്രിഡ്ജിന് താഴത്തെ നിലയിലും ഈ പറഞ്ഞ ആപ്പിൾസ് കൊണ്ട് വെക്കുക. പക്ഷേ ഈ മേലെ ഫ്രിഡ്ജിന് മുകളിൽ വെക്കുന്ന രീതിയിൽ ഒരു സംഭവം സെറ്റ് ചെയ്തപ്പം വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ആപ്പിൾ കഴിക്കുന്നൊരു ടെൻഡൻസി ഉണ്ടായി കൊണ്ടുവന്നു. ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം വെച്ചാൽ നമ്മൾ ഈ റെഫ്രിജറേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ അൺഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫ്രീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പിലുള്ള, അവിടെ നമ്മൾ എന്താ വെക്കുക, ഐസ്ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഐ ലെവൽ എന്താണുള്ളത്, നമ്മളെ ഹെഡിന് ലെവൽ എന്താണുള്ളത്, ആ സംഭവം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഗ്രാബ് ചെയ്ത് എടുക്കാൻ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറൊരു സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഗ്രോസറീസിലും അതുപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ എക്സ്പെൻസീവായ സംഭവങ്ങളൊക്കെ എപ്പോഴും മേലെ ഉണ്ടാവും, നമ്മളെ ഐ ലെവൽ ഉണ്ടാവും. പൈസ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ചുരുട്ടിക്കൂടി ഏതെങ്കിലും മൂലക്കേക്കും വെച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ട്രഷർ ഹണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. അപ്പോൾ ആ രീതിയിലാണ് ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സ്പെൻസീവായ കാര്യങ്ങളൊക്കെ നമ്മൾ ഐ ലെവലിലേക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താണോ ഹെൽത്തിയായ രീതി നമ്മളെ വീട്ടിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കാൻ താല്പര്യമുണ്ട്, ക്യാരറ്റ്സൊക്കെ നമ്മൾ ഐ ലെവലിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്, പക്ഷേ ഇറ്റ്സ് ഈസി, ഇറ്റ്സ് പോസിബിൾ, ബട്ട് ദ മോർ യു ഡു ഇറ്റ് ബിക്കം ബെറ്റർ ഫോർ യു. ഓൾറൈറ്റ്. 1936 വേറൊരു സൈക്കോളജിസ്റ്റ് നടത്തിയൊരു തിയറിയാണ് ബിഹേവിയർ ഈസ് എ ഫങ്ഷൻ ഓഫ് ദ പേഴ്സൺ ഇൻ ദി എൻവയോൺമെൻറ്റ്. നമ്മുടെ ചുറ്റുപാടുകളാണ് അവനെ ആ വ്യക്തിയായി മാറ്റുന്നത്. ഇതിന് ഏറ്റവും ഈസി, എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ്, നിങ്ങളിപ്പോൾ അൺഫിറ്റായ ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ 4 ഫിറ്റായ ആൾക്കാരെ കൂടെ, ആ ഫിറ്റല്ല, ഫിറ്റ്നസ്സോടെ നല്ല താല്പര്യമുള്ള 4 ആൾക്കാരെ കൂടെ നിങ്ങളെ ഒരു മാസം എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിൽ പാർപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു റിസോർട്ടിലെങ്കിലും പാർപ്പിച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ഫിറ്റ് പേഴ്സണെ നിങ്ങൾ മാറും. സോ ദാറ്റ് ബിക്കോസ് അവരുടെ ഹാബിറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പിക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം എൻവയോൺമെൻറ്റ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവർ ഓർഗനൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയി വരും. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങളെ കൂടുതൽ ആൾക്കാരാണ്. വാറൻ ബഫറ്റ് ലോകത്തെ ഏറ്റവും ഫിനാൻഷ്യലി വെൽത്തിയായ ആളാണ്. പുള്ളിക്ക് $250 ബില്യൺ ഇറങ്ങിയാണ് പുള്ളിക്കെന്ന് തോന്നുന്നു. $150 ബില്യൺ ഇറങ്ങി. പുള്ളിക്കാരൻ പറയാണ്, യു ആർ ദ പേഴ്സൺ ഹൂ യു ആർ സറൗണ്ടഡ് വിത്ത്. നിങ്ങൾ ആരെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നു അവരെ പോലെ ആയി നിങ്ങൾ മാറും. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് താമസിക്കുന്നത് അതുപോലത്തെ ഒരാളായിട്ട് നിങ്ങൾ മാറും. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലൊക്കേഷൻ വെച്ചാൽ നമ്മുടെ നാട് വിട്ട് എല്ലാവരും കൂടെ ഗൾഫിലേക്ക് കയറി വരണം എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏത് എൻവയോൺമെൻറ്റ്, ആ എൻവയോൺമെൻറ്റ് റിച്ച് ആക്കുക, ക്ലീൻ ചെയ്യുക, നല്ല രീതിയിൽ കാര്യങ്ങൾ ഹെൽത്തിയായ സംഭവങ്ങൾ സ്റ്റാക്ക് ചെയ്യുക. സോ അതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ പറഞ്ഞത്. ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം പറയുന്നത്, എല്ലാ ജീവികൾക്കും
ഒരു തരത്തിലുള്ള സെൻസ് ഓർഗൻസ് കൊടുത്തിട്ടുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സെൻസ് ഓർഗൻസ് ഹൈറ്റൻ ചെയ്ത് കൊടുത്തത്. പരുന്തിന് ഏറ്റവും ഉയർന്ന് കാണാൻ പറ്റുന്ന കഴിവ്, അതുപോലെ തന്നെ പാമ്പിനാണെങ്കിൽ എയർ ടേസ്റ്റ് ചെയ്തിട്ടാണ് പാമ്പുകൾ മണം പിടിച്ചെടുക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ ചില ബാക്ടീരിയൽ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസെപ്റ്റേഴ്സ് വെച്ചാൽ പല ടോക്സിക് ആയ കെമിക്കൽസ് ഈ വരുന്ന രീതിയിൽ വന്ന ഈ ബാക്ടീരിയാസിനും രക്ഷപ്പെടാൻ പറ്റും. അങ്ങനത്തെ സെൻസേഴ്സ് ഉണ്ട്. മനുഷ്യന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, സ്മെൽ ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏകദേശം 11 മില്യൺ സെൻസറി റിസെപ്റ്റേഴ്സ് നമുക്കുണ്ടെന്നുള്ളതാണ്. ഈ 11 മില്യണിൽ 10 മില്യണും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണ് 10 മില്യൺ. ഏകദേശം ചില എക്സ്പേർട്സ് പറയുന്നത് ബ്രെയിനിൻ്റെ പകുതി റിസോഴ്സും യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വിഷൻസിന് വേണ്ടിയിട്ടാണ്. നമ്മളെ വിഷൻസ് നമ്മളെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണെന്നാണ്. ദാറ്റ് മീൻസ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മളെ എൻവയോൺമെൻറ്റ് കാണുന്ന കാര്യങ്ങൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചുറ്റുപാടിൽ എന്താണുള്ളത് അതുപോലെ ആയി മാറാനുള്ള ചാൻസ് നമ്മൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സയൻറ്റിഫിക് സ്റ്റഡി കൂടെ പറഞ്ഞത്. വിച്ച് മീൻസ് നമ്മൾ നിൽക്കുന്ന എൻവയോൺമെൻറ്റ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇതിൽ അതിനെപ്പറ്റി ഉദാഹരണം പറയുന്നുണ്ട്. 1970 എനർജി ക്രൈസിസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഇലക്ട്രിസിറ്റി കുറഞ്ഞ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിനെപ്പറ്റി പഠനം നടത്തിയപ്പം ഒരു ടൗണിൽ സെയിം വീട് അടുത്തടുത്ത വീടാണ്, പക്ഷേ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്, മറ്റു വീട്ടിൽ അത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ സംഭവം നോക്കിയപ്പം 2 വീടുകളിലും ഇതിൻ്റെ മീറ്റർ സ്ഥാപിച്ചിരിക്കുന്ന 2 ലൊക്കേഷനിലാണ്. ഇലക്ട്രിക് മീറ്റർ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീട്ടിലെ മീറ്റർ അങ്ങ് താഴെ ഗരാജിലും, ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടിലെ മീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ആ വീടിൻ്റെ റെഫറൻസ് സൈഡിലാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ മീറ്റർ ഇങ്ങനെ കാണുമ്പോൾ അയ്യോ ചങ്കടിക്കുക, കറണ്ട് പോയേ കറണ്ട് ചാർജ് കൂടിയതുകൊണ്ട് ഫാൻ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ആക്കാനുള്ള ടെൻഡൻസി കൂടി വരും. അപ്പം ഇവൻച്വലി അവർ എക്സ്ട്രാ എനർജി സേവ് ചെയ്യും. ഇവൻച്വലി വാട്ട് വിൽ ഹാപ്പൻ ലൈക്ക് നോ ആ ഒരു ഹാബിറ്റ് അതുകൊണ്ടാണ് ഉണ്ടായതെന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ വീടുകളും ഈ പറയുന്ന രീതിയിൽ ഉമ്മറത്ത് തന്നെ എന്താ പറയുക, വീടിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന രീതിയിൽ മീറ്റർ കണക്ട് ചെയ്യുന്നൊരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ചെറിയൊരു വിഷ്വൽ ക്യൂ നമ്മൾ അത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു പഠനം നടത്തിയിട്ടാണ് ഈ നമ്മുടെ സായിപ്പന്മാർ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ നാട്ടിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ KSEBക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റും. സോ നിങ്ങൾക്കാണ് KSEBക്കാർ ആരും കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ, ഇങ്ങനത്തെ പുതിയ ഹാബിറ്റ്സ് കൊണ്ടുവരിക, എനർജി ക്രൈസിസ് ഒഴിവാക്കാം. എനിവേസ് ഇങ്ങനത്തെ കുറേ സ്റ്റോറീസ് പറഞ്ഞു. അതിൽ വേറെ സ്റ്റോറി ഉണ്ട്. ഈ ബാത്റൂമിൽ ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് ഒരു പാറ്റയുടെ ഒരു ചെറിയ സ്റ്റിക്കർ കൊണ്ടുപോയിട്ട് ഒട്ടിച്ച് വെച്ചു. അവിടുത്തെ പുതിയ ആൾക്കാർ അവിടെ റീഡിസൈൻ ചെയ്ത സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി മൂത്രം ഒഴിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ട് സ്പില്ലേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് അവിടെയും ഇവിടെയൊക്കെ പോയി മൂത്രം ഒഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ മൂത്രം ഒഴിക്കാൻ വരുന്ന ആൾക്കാർ ഈ പാറ്റയാണെന്ന് വിചാരിച്ചിട്ട് അവരെപ്പോഴും അതിനെ എയിം ചെയ്തിട്ട് മൂത്രം ഒഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ മൂത്രം പുറത്തൊന്നും പോകില്ല. സോ വാട്ട് ഹാപ്പൻ ലൈക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇയർലി ബാത്റൂം ക്ലീനിങ് കോസ്റ്റ് നോക്കിയപ്പോൾ ഏകദേശം 8% കുറഞ്ഞു എന്നാണ് സാധാരണ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ. അപ്പോൾ ഇവൻച്വലി ഈ പറയുന്ന ബാത്റൂം ക്ലീനിങ് കോസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കുറഞ്ഞ് വന്നു എന്നാണ് ഈ പഠനത്തിൽ പറയുന്നത്. സോ ഒരു ചെറിയ ബിഹേവിയർ ഒരു ചെറിയൊരു ഹാബിറ്റ് പൊതുജനത്തിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ കൊണ്ടുവന്ന സമയത്ത് അവർക്ക് പൈസ ലാഭിക്കാൻ പറ്റി, അതുപോലെ തന്നെ കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ ഈ കഥയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പുതിയ ഹാബിറ്റ് കൊണ്ടുവരുന്ന രീതിയിൽ വിഷ്വലായി നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യൂസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിൽ കൂടെ നമ്മൾ കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ല, ഭക്ഷണം വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ പ്ലാൻ ചെയ്യുക എന്നൊക്കെ. ഭക്ഷണം നമ്മൾ വെക്കുന്ന സ്ഥലം നമ്മൾ ഐ ലെവലായിരിക്കും, ഹെൽത്തി ആയ ഫുഡ്, അതുപോലെ തന്നെ വിളിച്ച് പറയുക. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതാ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞാൽ പോരാ, നമ്മൾ ഈ എൻവയോൺമെൻറ്റ് റെഡിയാക്കിയാലും പോരാ, നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമല്ല, ആ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിന് നമുക്ക് കുറച്ച് റിലേഷൻഷിപ്പ് കൂടി വേണം. ദാറ്റ് മീൻസ് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ബെഡ്റൂം എന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ നിങ്ങൾ എത്ര ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വർക്ക് ചെയ്യാനല്ലോ. വർക്കിംഗ് സ്റ്റേഷൻ ഷുഡ് ബി നമ്മൾ ഓഫീസ് റൂമിലായിരിക്കണം, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. അതുപോലെ തന്നെ ആ രീതിയിലൊരു സെപ്പറേറ്റ് സ്റ്റേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുക. ഒരു റൂമിൽ തന്നെ പല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്കി മാറ്റിയിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്തായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കണം. അത് നമ്മളെ ഈ ഡ്രസ്സൊക്കെ വേറെ ലൊക്കേഷനിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഓരോ ഇൻറ്റൻഷൻ നമുക്ക് ഉണ്ടാവാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോൺടാക്സ്റ്റ് നമ്മൾ ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ക്യൂവിൽ കൊണ്ടുവരണം എന്നാണ് നമ്മൾ ജെയിംസ് ക്ലിയർ പറയുന്നത്. ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയ ഒരു സംഭവമാണ്. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു PhD ലെവൽ നോളജ് കിട്ടും, എങ്ങനെയൊക്കെ നമുക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ കൂടെ ഈ ഒരു പോഡ്കാസ്റ്റ് കൂടെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹെൽത്തിയായ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ആ പഠനം നമ്മൾ ഏതൊക്കെ രീതിയിൽ ഫണ്ണാക്കി എടുക്കാൻ പറ്റും അതിനെ പറ്റിയാണ് ഞാൻ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതിനെപ്പറ്റി വീണ്ടും കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സയൻറ്റിസ്റ്റിൽ ഈ ഉറക്കമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തുകൊണ്ട് ഉറങ്ങുന്നില്ല എന്ന് നോക്കിയപ്പോൾ അവരെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത പാറ്റേണിൽ അവർ ഈ ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ അവരിങ്ങനെ ഫോൺ കുത്തിയിരിക്കും ഈ ബെഡ്റൂം തന്നെ. അപ്പോൾ അവർക്ക് ഒരിക്കലും ഉറക്കമില്ല. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഡൈനിങ് ഹാളിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞു. എപ്പോഴൊക്കെ നിങ്ങൾ ഫോൺ എടുത്ത് നോക്കണോ അവിടെ ഡൈനിങ് ഹാളിൽ പോയി നോക്കുക, ഉറക്ക് വന്നാൽ മാത്രം നിങ്ങൾ ബെഡ്റൂമിലേക്ക് വരിക, അല്ലെങ്കിൽ ബെഡ്റൂമിൽ വരരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത സമയത്ത് ഈ ഉറക്കവും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി നല്ല ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പല പഠനങ്ങളും നടത്തി. And it was very successful. So the whole idea is habit stacking efficiently കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ ജെയിംസ് ക്ലിയറിൻ്റെ കൂട്ടുകാരൻ റൈറ്റർ ഒരു എഴുത്തുകാരൻ ചെയ്തൊരു സംഭവം എന്നുവെച്ചാൽ പുള്ളിക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഫോണ് ഒരു സെപ്പറേറ്റ് സ്റ്റേഷനിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും വായിക്കണമെങ്കിൽ ഒരു ടാബ്ലറ്റ് വേറെ ഒരു സ്റ്റേഷനിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. 3 സെപ്പറേറ്റ് ഡിവൈസസ് ആണ് ഈ എഴുത്തുകാരന് അങ്ങേരെ ഹാബിറ്റ് കറക്റ്റ് ഡിസിപ്ലിനായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്വന്തം റൂമിൽ ഉണ്ടാക്കി വെച്ചതാണ്. അത്രയും സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യാനുള്ള ബിഹേവിയർ കൂടുതലായിരിക്കും. സോ നമ്മളൊരു മനുഷ്യൻ്റെ റോബോട്ട് പോലെ തന്നെയാണ്. നമ്മൾ ആ റോബോട്ടിൽ കറക്റ്റായ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഹാബിറ്റ്സ് ഈ ടെക്നിക്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് യു ക്യാൻ സീ ദ ചേഞ്ചസ്. ഞാനും എൻ്റെ ലൈഫിൽ പല രീതിയിൽ ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്. അത് ഇവൻച്വലി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ ഫസ്റ്റ് ഈ പറയുന്ന ബുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ ദി ലാസ്റ്റ് വൺ ഈസ് ദ 7th വൺ, സീക്രട്ട് ടു സെൽഫ് കൺട്രോൾ. സീക്രട്ട് ടു സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന സംഭവം ഏറ്റവും അവസാനത്തെ സംഭവമാണ്. ദാറ്റ് മീൻസ് വിയറ്റ്നാം വാറിൽ ഹെറോയിൻ അഡിക്റ്റായ പല രീതിയിലുള്ള US സൈനികരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർ ഈ വിയറ്റ്നാം വാർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അവർക്ക് ഈ ഹാബിറ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് പോലും തിരിച്ച് വീട്ടിലെത്തുമ്പോഴേ വീണ്ടും അവർ റീ അഡിക്റ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് സംഭവിച്ച് നോക്കിയപ്പം അത് ഒഴിവാക്കിയത്, ആ പറഞ്ഞ അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പല പഠനങ്ങൾ നടത്തി നോക്കി. എങ്ങനെ ഈ പറയുന്ന അഡിക്ഷൻ അവർക്ക് ഇത് കൺസിസ്റ്റൻ്റായി തിരിച്ചു വന്നു വിയറ്റ്നാം വാർ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും അവർക്ക് തുടങ്ങുന്ന ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ മാറ്റാൻ പറ്റും, അതിനെപ്പറ്റി അവർ പല രീതിയിൽ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തു. ആ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്ത് കൂടെ തന്നെ ഇവൻച്വലി ഈ പറയുന്ന ഡ്രഗ് അഡിക്റ്റായ ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഡ്രഗിൽ നിന്ന് പിന്മാറാൻ പറ്റുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ആ അഡിക്റ്റ് ആവുന്നത് ഒരു പാക്കേജ് ഓഫ് ഒരു സീരീസ് ഓഫ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തിട്ടാണ് ആ ബാഡ് ഹാബിറ്റ്, സീരീസ് ഓഫ് ബിഹേവിയറാണ് ആ ഹാബിറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിലൊരു കഥ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാളുണ്ടായിരുന്നു, ഒരു പുള്ളിക്കാരി എന്ന് വെച്ചാൽ എപ്പോഴും കുതിര ഓടിക്കായിരുന്നു. എല്ലാ തവണയും കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ഇവൻച്വലി അത് ഈ കുതിരയോടൊക്കെ നിർത്തി സാധാരണ ലൈഫ് സ്റ്റൈലിലേക്ക് പോയി 10 വർഷം കഴിഞ്ഞിട്ട് ഒരു കുതിരപ്പുറത്ത് കയറേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് പുകവലിയൊക്കെ നിർത്തി 10 വർഷം കഴിയുകയും ചെയ്തു. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ട് കുതിരപ്പുറത്ത് കയറിയപ്പോൾ പെട്ടെന്ന് ആ ഒരു പുകവലിക്കാനുള്ള സ്മോക്ക് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ വന്നു. അപ്പം അത്രക്ക് സ്റ്റിക്ക് ചെയ്യാൻ നിൽക്കുന്ന സംഭവമാണ് നമ്മുടെ ഹാബിറ്റ്സ്. പക്ഷേ പറഞ്ഞത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഈ എൻവയോൺമെൻറ്റ് നമ്മൾ പരമാവധി നമ്മൾ മാറി നിൽക്കാനും അതുപോലെ തന്നെ ആ എൻവയോൺമെൻറ്റ് നമ്മൾ മാറ്റി മറക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നാണ്. ഈ അഡിക്റ്റ് ആയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുമായി അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ, അവരുമായി അസോസിയേറ്റ് പല കാര്യങ്ങളുണ്ടാവും, അതൊക്കെ കംപ്ലീറ്റ്ലി റീചേഞ്ച് ചെയ്യും. ഇത് കുറച്ച് എക്സ്ട്രീമായ ഒരു കേസസ് ആണ് പറയുന്നത്. അതും അധികം ഈ ഡ്രഗ് അഡിക്റ്റ് ആയ ആൾക്കാർക്ക് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ടും അവർക്ക് കൊടുക്കേണ്ട സിസ്റ്റമാറ്റിക്കായ ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സും എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ സംസാരിക്കുന്ന രീതികളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ കുറച്ച് എക്സ്പേർട്ടായ സൈക്കോളജിസ്റ്റിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവൻച്വലി എഗെയിൻ നിങ്ങൾക്ക് പുകവലി നിർത്താൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴാണ് ഈ പുകവലിക്കുന്നത്, വണ്ടി കയറിയാൽ പുകവലിക്കും, അതുപോലെ തന്നെ കൂട്ടുകാരെ കണ്ടാൽ പുകവലിക്കും, അത് ചായ കുടിച്ച് കഴിഞ്ഞാൽ പുകവലിക്കണം, ബാത്റൂം പോകുന്നവരെ പുകവലിക്കണം, ഈ പറഞ്ഞ രീതിയിൽ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് പല ആൾക്കാരും എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പുകവലിക്ക് വേറെ വല്ല ഒരു ഹാബിറ്റ് കൊണ്ടുവരിക. വേറെ വല്ല ഹാബിറ്റ്, ബാത്റൂം പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുകവലിക്കാതെ വേറെന്താ പറയുക, വേറെ എന്തെങ്കിലും ഒരു ചൂയിങ്ങം എടുത്ത് കഴിക്കുക. ആ ചൂയിങ്ങം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ ഹാബിറ്റായി കൊണ്ടുവരിക. ഇവിടെ ഒരു പറയുന്ന വേറെ സംഭവമാണ് ഷെയിം ഈ നെഗറ്റീവായ രീതിയിൽ ഒരിക്കലും നമ്മൾ ബാഡ് ഹാബിറ്റ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. അതായത് ഒബീസായ ആൾക്കാർ, ഓവർ വെയിറ്റ് ആയ ആൾക്കാർ നമ്മൾ കളിയാക്കുക എന്ന് പറയുന്നത് അവർ സ്ട്രെസ്സ് വർദ്ധിപ്പിക്കുക, അവർ വീണ്ടും എന്ത് ചെയ്യുക, അതിനെ കൂടുതൽ നെഗറ്റീവായിട്ട് അഡിക്ഷനിലേക്ക് പോകും. നെഗറ്റീവ് അഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്നെ തടിയാന്ന് വിളിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ തടിയാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുക, അതിലേക്ക് കൂപ്പുകുത്തി പോകും. അതുപോലെ തന്നെ ഈ സിഗരറ്റിൻ്റെ മുകളിൽ കാണുന്ന ഈ എന്താ പറയുക, നിങ്ങൾ സിഗരറ്റ് വലിച്ച് നിങ്ങളെ ഈ കരളിങ്ങനെ ആയിപ്പോവും കുടലിങ്ങനെ ആയിപ്പോവും എന്നൊക്കെ കാണിക്കുന്ന ഫോട്ടോസ് എന്തായാലും ഇങ്ങനെയാവും, ഇനിയിപ്പം നമ്മൾ സിഗരറ്റ് വലിക്കുക എന്ന രീതിയിൽ മോഡിലേക്കാണ് ആൾക്കാർ പോകുന്നത്. നെഗറ്റീവ് അഡിക്ഷൻ ഈസ് വെരി റിയൽ. സോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പറയുന്ന സംഭവം അവരിപ്പോൾ നമ്മളെ നന്നാക്കാൻ വേണ്ടി വെച്ചൊന്നല്ല, അതൊരു അഡിക്റ്റീവ് ബിഹേവിയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സിഗരറ്റിൻ്റെ മുകളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത്. ദ എൻഡ് ഓഫ് ദ ഡേ ദ ഹോൾ ഐഡിയ ഈസ് നമ്മൾ
ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻ നമ്മളെ ഈ പറഞ്ഞ സിഗരറ്റ് വലിക്കാനും കള്ളു കുടിക്കരുത്, നോൺ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ എഴുതി വെച്ചത് അല്ല എന്തായാലും ഇഞ്ചുറിയാണ് കുടിക്കാവുന്ന രീതിയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. സോ ദി ഐഡിയ ഇസ് വി ഹാവ് ടു ബി അവെയർ അബൌട്ട് എവറിത്തിങ്. ആദ്യം അവെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ സീരീസ് ഓഫ് ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ദെൻ വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ മാറ്റിക്കൊണ്ട്. അപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇതിൽ പറയുന്നത് നമ്മൾ ആ സിറ്റുവേഷൻ, ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ കൂട്ടുകൂടുന്ന സമയത്തേക്ക് അധികം ആൾക്കാർ ഈ ബാഡ് ഹാബിറ്റ്സ് പലതും ചെയ്യുക. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് തെറ്റുക, മാറി നിൽക്കുക, പുതിയൊരു സർക്കിളിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അധികം ആൾക്കാർക്ക് ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര അത് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് സംഭവിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ബി ദ ബെസ്റ്റ് പേഴ്സൺ യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക്. ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ച് നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിലേക്ക് വൺസ് ഇൻ എ വൈൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുക. അഗെയിൻ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഏത് ഹാബിറ്റാണ് ബിൽഡ് ചെയ്യേണ്ടത്, ഏത് ലെവലിലേക്കാണ് എത്തേണ്ടത്, ദാറ്റ് ഇൻറ്റൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഇൻറ്റൻഷൻ കിട്ടിയ കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റും. ആൻഡ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തീർക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീക്യാപ്പ് ചെയ്യുക എല്ലാം അവസാനം. അതായത് ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ദ ഫസ്റ്റ് ലോ ഇസ് മേക്ക് ഇറ്റ് ഓബിയസ്. ദ ക്യൂ, ആ ക്യൂ 4 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാബിറ്റ് സ്കോർ കാർഡ് ചെയ്യുക. ഹാബിറ്റ് സ്കോർ കാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാബിറ്റിനെ ഫുള്ള് നമ്മൾ ഏതൊക്കെ ഹാബിറ്റ്സാണ് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഫുള്ള് റീസ്ട്രക്ചർ ചെയ്ത് ഏതൊക്കെ നെറ്റ് പോസിറ്റീവ്, നെറ്റ് നെഗറ്റീവ്, നെറ്റ് ന്യൂട്രൽ ആയ ഹാബിറ്റ്സ് നമ്മളുണ്ടെന്ന് മനസ്സിലാക്കുക. എന്നതിന് ശേഷം പുതിയ ഹാബിറ്റ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റേഷൻ, ഇൻറ്റൻഷൻ നമ്മൾ ഒരു പുതിയ ഇൻറ്റൻഷൻ കൊണ്ടുവരിക, നമ്മൾ എഴുതി വെക്കുക. അതുപോലെ നമ്മളത് പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പോസിറ്റീവായ കാര്യം ചെയ്യുക. ഈവൻ നെഗറ്റീവായ ഹാബിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അത് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ അൺഹെൽത്തി ആയ ഫുഡാണ്, ഈ പറഞ്ഞ ചോക്ലേറ്റ്, എന്നാലും ഞാൻ കഴിക്കുകയാണ്, എനിക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കണം താല്പര്യമുണ്ട്, എന്നാലും ഞാൻ ഈ സാധനം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ഈ പറയുന്ന ബാഡ് ഹാബിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുക. ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റൻഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുക. ദാറ്റ് മീൻസ് ഞാൻ നാളെ 7 മണിക്ക് ശേഷം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ചെയ്യും, 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു കോഫി കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ട് ചെയ്യും. അതാണ് ഈ 3ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, വിച്ച് ഇസ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഫസ്റ്റ് നമ്മൾ ഇൻറ്റൻഷൻ ചെയ്യുക, സ്പെസിഫിക് ആയ ഡീറ്റെയിൽ ആയ രീതിയിൽ ഇൻഫർമേഷൻ നമ്മൾ എഴുതി വെക്കുക. 3ാമത്തെ പറയുന്ന ഹാബിറ്റ് സ്റ്റാക്ക് ചെയ്യുക. ഈ പുതിയ കുഞ്ഞു ഹാബിറ്റ്സ് ഇങ്ങനെ ഒരു ലൈനപ്പായിട്ട് കൊണ്ടുവരിക. പരമാവധി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് പല ഹാബിറ്റ്സ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് അവസാനത്തത് ദി എൻവയോൺമെൻറ്റ്, നിങ്ങളെ ചുറ്റുപാടുകളൊക്കെ നിങ്ങൾ ആ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങളെ കൂട്ടുകാരെ, നിങ്ങൾ വാച്ച് ചെയ്യുന്ന പല കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകാണ്ട്. ദാറ്റ് ഐ വിൽ കം ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റേജസ്. ദെൻ ദാറ്റ് മീൻസ് ലൈക്ക് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ന്യൂസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ന്യൂസ് മാറ്റി വേറെ വല്ലതും കാണുക. ബിക്കോസ് ന്യൂസ് വിൽ റീപ്രോഗ്രാം യുവർ ബ്രെയിൻ ടു ബി നെഗറ്റീവായ ഒരു സംഭവമാണ് ന്യൂസ്. ഒരു തേങ്ങ നിങ്ങൾക്ക് കണക്കിട്ടാൻ പോകുന്നില്ല ഈ പറയുന്ന ന്യൂസ് കണ്ടുകൊണ്ട്. ഫുൾ നെഗറ്റീവാണ്. കഴിഞ്ഞ എൻ്റെ ഓർമ്മ വെച്ചാൽ ഇന്ന് വരെ നെഗറ്റീവ് ന്യൂസേ പറയുന്നത്. ന്യൂസ് കണ്ടിട്ട് ഒരു കാലത്ത് ഒരു മനുഷ്യർ ഇവർ നന്നായിട്ടില്ല. വെറുതെ ന്യൂസ്. ഈ UAE നോക്ക്, ഇന്നേ വരെ ന്യൂസ് ഒരു നെഗറ്റീവായ ന്യൂസും ഒന്നിനെ പറ്റി പറയുന്നില്ല, എല്ലാം പോസിറ്റീവായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ രാജ്യം നോക്കുക എത്രയും നല്ല ഗ്ലാമറസ് ആയി നിൽക്കുന്നുണ്ട്. സോ ദ ഹോൾ ഐഡിയ അബൌട്ട് ലൈക്ക് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ റിയാലിറ്റി. നിങ്ങളുടെ റിയാലിറ്റിയിലെ കാര്യങ്ങൾ നിങ്ങൾ വളരെ കെയർഫുള്ളായി നിൽക്കുക. ആൻഡ് ബി വെൽ ഓർഗനൈസ്ഡ്. ഓർഗനൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. And that's it. Break ചെയ്യുന്ന ഹാബിറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. Then tomorrow we're going to do the second law, which means cue craving, make it attractive. പുതിയ ഹാബിറ്റ് കൊണ്ടുവന്ന് അട്രാക്റ്റീവ് ആയി കൊണ്ടുവരും. പുതിയ ഹാബിറ്റ് നമ്മൾ അട്രാക്റ്റീവ് ആയി കൊണ്ടുവരിക എന്ന് പറയാൻ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവാണ്. And that's it for today. So my beautiful people, I want to say this thing. ഇതൊരു ലോങ് പോഡ്കാസ്റ്റായി വന്നിട്ടുണ്ട്, ലോങ് വീഡിയോ വന്നിട്ടുണ്ട്, ലോങ് ഓഡിയോ വന്നിട്ടുണ്ട്. ഈവൻ ഞാനൊരു ഹാബിറ്റ് തന്നെ തുടങ്ങിയാണ്. കാരണം ഈ ഒരു സംസാരിക്കുക എങ്ങനെയാണ്, ഈ ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ ലോങ് ആയിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും, അത് കൺസിസ്റ്റൻ്റായി എത്ര ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാബിറ്റാണ് ഞാൻ ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് ശരിക്കും പറഞ്ഞത്. എൻ്റെ വേറൊരു ഇൻറ്റൻഷൻ നല്ല ഇൻഫർമേഷൻ എത്തിക്കുകയും വേണം, അതിൻ്റെ കൂടെ തന്നെ ക്വാളിറ്റി ഇൻഫർമേഷനും ആയിരിക്കുകയും വേണം, അതിൻ്റെ കൂടെ തന്നെ എനിക്കത് ക്ലിയർ ആയിട്ട് ആൾക്കാരിൽ എത്തിക്കാനും പറ്റുകയും ചെയ്യണം. So that's the whole my intention towards it. So idupolte intention ningalkonde you can also start something similar to this, but the whole idea about everything is like you need to understand why you are here in this planet. Ee logath nammal endinana vannu nammal manasilakka. It's just a game, it just play along with it. നമുക്ക് റെഗുലറായ കാര്യങ്ങൾ ഇതുവരെ നമ്മുടെ ലൈഫ് മൊത്തം പ്രോഗ്രാമിലായി നിൽക്കുന്നത് നമ്മളെ ചുറ്റുപാടുകൾ കൊണ്ടാണ്. അതിനെ റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എൻജോയ് ദി അതർ ലൈഫ് ആസ് വെൽ, യു ക്യാൻ എക്സ്പീരിയൻസ് ദി അതർ ലൈഫ് ആസ് വെൽ. എൻജോയ് എന്ന് പറയുന്നത് ഒരു വേറൊരു കൈൻഡ് ഓഫ് ലെവലിലാണ് നമ്മളത് എടുക്കേണ്ടത്. എക്സ്പീരിയൻസ് ചെയ്യുക. ഓൾറെഡി നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു. നൗ എക്സ്പീരിയൻസ് ദി അതർ പാർട്ട് ഓഫ് ദി ലൈഫ് ആസ് വെൽ, ജസ്റ്റ് ലൈക്ക് different level of the game. Okay, so that's all for today and I'll see you in the next video. If you like this video, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുക. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.